ഇന്ത്യയുടെ മകളെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയോ? രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ണീർ ദിനത്തിന് കാരണക്കാർ ആരാണ്? 140 കോടി ഇന്ത്യൻ ഹൃദയങ്ങളെ തകർത്തുകൊണ്ടാണ് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ വിനേഷ് ഫോഗട്ടിന് അയോഗ്യത പ്രഖ്യാപിച്ചത്. 50 കിലോഗ്രാം മത്സരത്തിൽ പങ്കെടുക്കുന്ന വിനേഷിന് രാവിലത്തെ ഭാരപരിശോധനയിൽ 100 ഗ്രാം അധികം കാണിച്ചു. ഇന്നലത്തെ സെമി ഫൈനൽ മത്സരത്തിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ രാത്രി മുഴുവൻ വ്യായാമം ചെയ്തിട്ടും മുടി മുറിച്ചിട്ടും 50 കിലോയ്ക്ക് താഴെയായില്ല ശരീരഭാരം. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ വനിതാ താരം ഒളിമ്പിക്സ് ഗുസ്തിയുടെ ഫൈനലിൽ കടക്കുന്നത്. അതും ജപ്പാന് പുറത്തുള്ള ആരും ഇതുവരെ തോൽപ്പിച്ചിട്ടില്ലാത്ത അൺബീറ്റബിൾ എന്ന് വിളിപ്പേരുള്ള യുയി യുസാക്കിയെയും യൂറോപ്യൻ ചാമ്പ്യൻ ഒക്സാന ലിവാച്ചിനെയും ക്യൂബയുടെ സൂപ്പർ ലേഡി യുസ്നെയിലിസ് ഗുസ്മാനെയും മറികടന്ന്. എന്നിട്ടും വിനേഷ് ഫോഗട്ടിന് കഴുത്തിൽ ഒരു മെഡൽ അണിയാനായില്ല. കഴിഞ്ഞ വർഷം ഈ സമയം ഡൽഹിയിൽ തെരുവിലായിരുന്നു വിനേഷ്. പീഡകനായ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരണിനെതിരെയുള്ള പോരാട്ടത്തിന്റെ കുന്തമുന. അന്നവർ വിനേഷിനെ റോഡിലൂടെ വലിച്ചിഴച്ചു. പരിശീലനവും ടൂർണമെന്റുകളും നഷ്ടമായി. ഒളിമ്പിക്സ് നഷ്ടപ്പെടുത്താൻ നോക്കി. അനീതികളോടെല്ലാം നേർക്കുനേർ പോരാടി. കുപ്പിച്ചില്ലുകൾ വിരിച്ച പാത നടന്നു കയറി വിനേഷ് ഒളിമ്പിക്സ് ഫൈനൽ വരെ എത്തി. വിനേഷ് ഫോഗട്ടിന്റെ നിശ്ചയദാർഢ്യത്തിനും പോരാട്ട വീര്യത്തിനും പകരം വെക്കാൻ ഒരു മെഡലിനും ബഹുമതിക്കും കഴിയില്ല. സ്വർണ്ണ തിളക്കത്തിനും ഒരുപാട് മുകളിൽ എന്നെന്നും ചാമ്പ്യനായിരിക്കും വിനേഷ് ഫോഗട്ട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു പാരീസിൽ സംഭവിച്ചതെന്ത്. വിനേഷ് ഫോഗട്ട് അയോഗ്യയായതെങ്ങനെ? ഗുസ്തി ഫെഡറേഷന് ഉത്തരവാദിത്തമില്ലേ? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പരാജയമോ? ഈ ചർച്ചയിൽ ശ്രീ കെ സുരേഷ്, മാതൃഭൂമിയുടെ പ്രതിനിധി, പാരീസിൽ നിന്ന് പങ്കുചേരും. ശ്രീ ഗിരിധർ VR, അദ്ദേഹം ഗുസ്തി കോച്ചാണ്. ശ്രീ കെ വിശ്വനാഥ്, മാതൃഭൂമി പ്രതിനിധി. ശ്രീ ഷാബു പ്രസാദ്, വളരെ നിരീക്ഷകൻ. ശ്രീ കെ പി നൌഷാദ് അലി, കോൺഗ്രസ്. ഒപ്പം ഞങ്ങളുടെ പ്രതിനിധി അർജുൻ ഇപ്പോൾ ഈ വിനേഷ് ഫോഗട്ടിന്റെ ഗ്രാമത്തിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. ചർച്ചയിലേക്ക് ആദ്യം അർജുൻ പീതാംബരൻ ഇപ്പോൾ ഹരിയാനയിൽ നിന്നാണ്. അദ്ദേഹം മഹാവീർ ഫോഗട്ടിന്റെ അഗാഡയ്ക്ക് അരികിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദംഗൽ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ആമിർ ഖാൻ അവതരിപ്പിച്ച കഥാപാത്രം. അദ്ദേഹത്തിന്റെ സഹോദരപുത്രിയാണ് വിനേഷ് ഫോഗട്ട്. ഗീത, ബബിത സഹോദരിമാർ അദ്ദേഹത്തിന്റെ മക്കളാണ്. ഒരു ഗ്രാമം, ഒരു രാജ്യം ആകെ ഹൃദയം തകർന്ന് നിൽക്കുന്ന നിമിഷമാണിത്. അർജുൻ, എന്താണ് ആ നാട്ടുകാർക്ക് പറയാനുള്ളത്? എല്ലാവരും ഇന്നലെ വിനേഷ് ഫോഗട്ട് അമ്മയെ വിളിച്ച് ഞാൻ സ്വർണവുമായി മടങ്ങും എന്ന് പാരീസിൽ നിന്ന് പറഞ്ഞ് കേട്ട് വലിയ സന്തോഷത്തിലായിരുന്നു. ആ നാടാകെ തകർന്നു പോയിരിക്കും ഇപ്പോൾ. എന്താണ് മഹാവീർ ഫോഗട്ടിനും കൂടെയുള്ളവർക്കും പറയാനുള്ളത്? അഭിലാഷ, പ്രധാനമായിട്ടും വിനേഷ് സ്വർണം അർഹിച്ചിരുന്നു, ഒരു മെഡൽ അർഹിച്ചിരുന്നു. അത് വെള്ളിയല്ല, അതിനപ്പുറത്തേക്ക് സ്വർണം എന്നുള്ളൊരു ആഗ്രഹം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഏകദേശം ഉറപ്പിച്ചതുമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വിധി തട്ടിക്കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അതിലൊരു അട്ടിമറി എന്തായാലും ഇവർ തള്ളിക്കളയുന്നില്ല. എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ള കാര്യമാണ് വിനേഷിൻ്റെ അച്ഛൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള മഹാവീർ ഫോഗട്ടും അതുപോലെ തന്നെ ഈ ഗ്രാമവാസികളും പറയുന്നത്. ഇവർ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. മെഡൽ കൊണ്ടുവരും വിനേഷ് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. അത് വെള്ളിക്ക് അപ്പുറത്തേക്ക് സ്വർണം എന്നുള്ള കാര്യവും ഇവർ പ്രതീക്ഷിച്ചിരുന്നു. അത് കൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. സമീപത്ത് നിന്നടക്കം 1000-ലധികം ആളുകൾ ഈ ഗ്രാമത്തിലേക്ക് എത്തും, സമീപവാസികളെത്തും, കുടുംബത്തിലെ ഒരുപാട് ആളുകൾ ഈ രാജ്യത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും ഇവിടേക്ക് ഈ ബലാലി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു കാര്യം മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരുന്നു. വലിയ സ്ക്രീനിൽ ഈ കളി മത്സരം കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. മധുരം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വിധി തട്ടിയെടുത്തു എന്ന് പറയുന്നതാണ് ശരി. അല്ലെങ്കിൽ ഇവരും ഇതുവരെയും അങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത്. കാരണം നേരിട്ട് വിനേഷുമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ വെയിറ്റ് കൂടാനുണ്ടായ കാരണം അല്ലെങ്കിൽ സാഹചര്യം എന്നുള്ളത് ഇവർ ഇപ്പോഴും അതിലൊരു അവ്യക്തതയുണ്ട്. ആ അവ്യക്തത മാറണം. അതൊരു കൃത്യമായിട്ടുള്ള വിശദീകരണം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നടത്തണം എന്നുള്ള കാര്യമാണ്. അതിലെന്തെങ്കിലും അട്ടിമറി ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി വേണമെന്നുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം പോരാട്ടങ്ങൾ നയിച്ച ഒരു താരം കൂടിയാണ് ഈ വിനേഷ് ഫോഗട്ട്. അതിനപ്പുറത്തേക്ക്, ആ പോരാട്ടങ്ങൾക്കപ്പുറത്തേക്ക് നല്ല രീതിയിൽ പരിശീലിച്ച് അവർ ഒന്നും നേടില്ല എന്ന് ചിലർ മുദ്രകുത്തി, പ്രത്യേകിച്ചും അവരുടെ പീക്ക് ടൈം കഴിഞ്ഞു എന്നുള്ളവർ ചിലർ മുദ്രകുത്തി. അവിടെ നിന്നും അവരുടെ ഒരൊറ്റ ആളുടെ ദൃഢനിശ്ചയത്തോടെയാണ് ഈ ഒരു ഘട്ടം വരെ എത്തിയത്. ഇത്രയും അട്ടിമറികളിലൂടെ ലോക 1-ാം നമ്പർ താരത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് അവർ ഇത്രയും വലിയ ചൈത്രയാത്ര നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണത്തിൽ അട്ടിമറി ഉണ്ട്, ഈ ഒരു വെയിറ്റ് കൂടിയതിന് അല്ലെങ്കിൽ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും അട്ടിമറി ഉണ്ടെങ്കിൽ അതിന് കാരണം കണ്ടെത്തണമെന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിരാശ തന്നെയാണ് ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും ഉള്ളത്. ഒപ്പം ഈ വിനേഷിനെ കൈപിടിച്ച് ഇത്രത്തോളം ഉയരത്തിൽ കൊണ്ടെത്തിച്ച ഒരാൾ കൂടിയാണ് ഈ മഹാവീർ സിംഗ് ഫോഗട്ട്. അദ്ദേഹം
അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മളോട് പറഞ്ഞത്. എനിക്ക് ആ കുട്ടിയോടൊപ്പം ഉണ്ടാകാൻ സാധിച്ചില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തേനെ ഏതൊക്കെ രീതിയിൽ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ വ്യായാമം ചെയ്യണം, ഇതെല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു. അതിനപ്പുറത്തേക്ക് നേരിട്ട് ഇത് നിരീക്ഷിച്ചുകൊണ്ട് വേണ്ട എല്ലാ ഗൈഡ് ലൈൻസും നൽകാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും അട്ടിമറയുണ്ടെങ്കിൽ അതും താൻ കണ്ടെത്തുമായിരുന്നു എന്ന് വളരെ വിഷമത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടറുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഒളിമ്പിക്കിൽ ഒരു മെഡൽ, അതും സ്വർണ്ണ മെഡൽ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇനി അത് മാത്രമാണ് ഇവരെ സംബന്ധിച്ച് നേടാനുള്ളതും. കോമൺവെൽത്തിലെ മെഡലുകൾ നേടിയിരുന്നു, ഏഷ്യാഡിൽ മെഡലുകൾ നേടിയിരുന്നു, അതിനപ്പുറത്തേക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയിരുന്നു. ഒളിമ്പിക് എന്നുള്ള ലക്ഷ്യം വേണ്ടിയിട്ടാണ് ഈ അഖാഡ, ഈ മഹാവീർ സിംഗ് നടത്തുന്ന ഈ അഖാഡയും അതുപോലെ തന്നെ ചുറ്റുപറ്റുമുള്ള ഗ്രാമങ്ങളും എല്ലാവരും പ്രയത്നിച്ചത്. അവർക്ക് റോൾ മോഡലായിരുന്നു, വലിയ രീതിയിലുള്ള ഒരു പ്രചോദനമായിരുന്നു ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത്. വിനേഷ് പ്രത്യേകിച്ചും മെഡൽ എന്ന സ്വപ്നം അതിന് തൊട്ടടുത്ത് നിൽക്കുകയാണ് ഇങ്ങനെ കൈവിട്ടു പോയത്. അതിലെന്തായാലും അട്ടിമറി ഉണ്ടോ എന്ന് മഹാവീർ ഫോഗട്ട് സംശയിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ നേരത്തെ മാതൃഭൂമിയുടെ ക്യാമറയിൽ തന്നെ അദ്ദേഹത്തിന്റെ നിരാശ പങ്കുവച്ചിരുന്നു. അർജുൻ അവിടെ തുടരുക. ഇപ്പോൾ കെ സുരേഷ് പാരീസിൽ നിന്നുണ്ട്. പക്ഷേ സുരേഷ്, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. ഇന്നലെ ആദ്യത്തെ റൗണ്ടിൽ സുസാക്കിയെ തോൽപ്പിച്ചപ്പോൾ, അൺബീറ്റബിൾ എന്ന അറിയപ്പെട്ട താരത്തെ പരാജയപ്പെടുത്തിയപ്പോൾ വിനേഷ് ഫോഗട്ട് ഇതാ ഇന്ത്യക്ക് സ്വർണം കൊണ്ടുവരുമെന്ന് എല്ലാ ഇന്ത്യക്കാരും ഉറച്ചു പ്രതീക്ഷിച്ചതാണ്. വിനേഷ് ഇന്ന് സ്വർണം അണിഞ്ഞേനെ. പക്ഷേ ഇന്ന് ഇവിടെ 9:30 ശേഷം ഫൈനൽ നടക്കുമ്പോൾ വിനേഷ് ഫോഗട്ട് കളിക്കാനില്ല. അവർ അയോഗ്യയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ഇടപെടലും നടത്തിയെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇവിടെ പറയുന്നുണ്ട്. സർക്കാർ പാർലമെന്റിനെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടെ നടന്നത്? ഹലോ, കേൾക്കാം. തീർച്ചയായും ഇന്ത്യൻ കായിക ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ദിനമാണിത്. എന്തൊക്കെ പറഞ്ഞാലും ഒരാൾ ഒരു ഒളിമ്പിക്സ് ഫൈനലിലെത്തുക എന്ന് പറയുന്നത് വളരെ വളരെ ദൈർഘ്യമേറിയ ഒരു പ്രക്രിയയിലൂടെയാണ് അവിടെ എത്തുന്നത്. നമുക്കറിയാം, ഒരു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പോലും ഒരാൾ ജേതാവാകുന്നത് എത്ര വലിയ പരിശ്രമത്തിന് ശേഷമാണെന്ന്. അവർ 2016 ഒളിമ്പിക്സിൽ ക്വാർട്ടറിൽ പരിക്കേറ്റ് മടങ്ങി. 2021 ടോക്കിയോ ഒളിമ്പിക്സിലും ക്വാർട്ടറിൽ മടങ്ങി. എന്നിട്ട് അത്രയും തീവ്രമായ ഒരു പോരാട്ട വീര്യം കൊണ്ടാണ് അവർ ഇക്കുറി തിരിച്ചു വന്നതും. താൻ മത്സരിച്ചുകൊണ്ടിരുന്ന 53 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ യോഗ്യത നേടാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ 50 കിലോഗ്രാമിലേക്ക് മാറി അതിൽ യോഗ്യത നേടിയെടുത്ത്, എന്നിട്ട് ഒരു ദിവസം തുടർച്ചയായി 3 മത്സരങ്ങൾ ജയിച്ച് ഫൈനലിലെത്തുക എന്ന് പറയുന്നത് സ്വപ്നതുല്യമായ ഒരു നേട്ടമാണ്. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാവേണ്ടിയിരുന്ന ഒരു ദിവസം നമ്മുടെ ഏറ്റവും വലിയ നഷ്ടത്തിന്റെ ദിനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇത് ഇന്ത്യയിലെ കായിക സ്നേഹികൾ മാത്രമല്ല, നമ്മുടെ ഒരു രാജ്യത്തിന്റെ തന്നെ വലിയൊരു നഷ്ടമാണിത്. തീർച്ചയായും. സുരേഷ്, അവിടെ നിന്ന് ഇന്ത്യൻ സംഘത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രതികരണത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? സാധാരണ നിലയിൽ ഈ ഒരു വലിയ മത്സരത്തിന് മുൻപ് കായിക താരങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറി അടക്കം മെഷർ ചെയ്ത് വളരെ കൃത്യമായിട്ടാണ്. സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട്, ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്, കുക്കുണ്ട്. അങ്ങനെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കഴിക്കുകയല്ലല്ലോ, മറിച്ച് ഇതൊക്കെ വളരെ കൃത്യമായി ചെയ്യുന്ന കാര്യമാണ്. അവിടെ ഇങ്ങനെ 2 കിലോഗ്രാം ഭാരം ഒരു ദിവസം കൊണ്ട് കൂടുക എന്ന അസ്വാഭാവികമായ സംഭവവികാസം ഉണ്ടായതിന് എന്ത് വിശദീകരണമാണ് നൽകുന്നത് ഇന്ത്യൻ സംഘം? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്ന ഔദ്യോഗിക വിശദീകരണം എന്ന് പറയുന്നത്, അവർ സ്വാഭാവികമായി അവരുടെ ശരീരഭാരം 56-57 കിലോഗ്രാമാണ്. ഇപ്പൊ മത്സരത്തിന് തൊട്ട് മുമ്പ് 2 ആഴ്ച മുമ്പ് അതികഠിനമായ വ്യായാമവും ഭക്ഷണ ക്രമീകരണത്തിലൂടെ അവരിത് 49 കിലോഗ്രാമിലേക്ക് കുറച്ച് കൊണ്ടുവരികയാണ്. ഇന്നലെ രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോൾ 49 കിലോയും 900 ഗ്രാമുമായിരുന്നു അവരുടെ ഭാരം. അതായത് അപ്പോഴും 100 ഗ്രാം മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ 50 ടച്ച് ചെയ്യാൻ. അത് കഴിഞ്ഞ് 3 ബൗട്ട് തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താരം തളർന്നു പോകും ഒരു ദിവസം. അത് കഴിഞ്ഞ് വെള്ളം കുടിച്ച്, സ്വാഭാവികമായിട്ടും മത്സരത്തിന്റെ ഇടയിൽ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് ഇത്തിരി ഭക്ഷണം കഴിച്ചു. അപ്പൊ പെട്ടെന്ന് ഷൂട്ടപ്പ്. അപ്പൊ അവരുടെ ശരീരഭാരം നേരത്തെ തന്നെ കൂടുതലാണ്. അതിന് ഈ ടെസ്റ്റിന്റെ സമയത്ത് മാത്രമാണ് ഈ ശരീരഭാഗം ഏറ്റവും കുറച്ച് കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിൽ, ഈ ടെസ്റ്റ് എടുക്കുന്ന ആ സമയത്തേക്ക് ഏറ്റവും കുറച്ച് കൊണ്ടുവന്നിട്ടാണ് ടെസ്റ്റിന് കയറുന്നത്. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പഴയ രീതിയിലേക്ക് മാറി. പക്ഷെ കാര്യമായ ഭക്ഷണം കഴിച്ചില്ല. വൈകുന്നേരം വെള്ളം കുടിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഫൈനലും കൂടി ആയതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല, ചെറുതായി ഭക്ഷണം കഴിക്കാതിരിക്കാനും പറ്റില്ല. ഇന്നലത്തെ മത്സരത്തേക്കാൾ പ്രധാനപ്പെട്ട മത്സരം ഇന്നാണല്ലോ. അപ്പം അത് കുറച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് വെയിറ്റ് എടുത്തപ്പോൾ 52.7 കിലോയിലേക്ക് വളർന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വിശദമായ മെഡിക്കൽ സംഘമുണ്ട്, 13 അംഗ മെഡിക്കൽ സംഘമുണ്ട്. ഈ ദിൻഷ പാടിവാലയുടെ നേതൃത്വത്തിലുള്ള അതിവിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘം, ഈ സ്ലീപ്പ് തെറാപ്പിസ്റ്റും അതുപോലെയുള്ള സൈക്കോളജിസ്റ്റുകളും
മറ്റു കാര്യങ്ങളും എല്ലാ സംവിധാനത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇക്കുറി പാരീസിൽ എത്തിയിരിക്കുന്നത്. അത് വളരെ നേരത്തെ തന്നെ ഒളിമ്പിക് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും പതിവിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവര് ഇന്നലെ അപ്പൊ തന്നെ ശ്രദ്ധയിൽപ്പെടുകയല്ല, കുറെ ദിവസങ്ങളായിട്ട് ഇത് നേരത്തെ വിനേഷ് ഫോഗട്ടിനെ ഇങ്ങനെ അവരുടെ സ്വാഭാവിക വെയിറ്റ് കാറ്റഗറിയിലല്ല മത്സരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാം സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്നു. അപ്പൊ ഈ ഭക്ഷണം കഴിച്ച ഉടനെ ഇത് 2.7 കിലോഗ്രാം കൂടിയതോടുകൂടി അപ്പൊ തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി, തീവ്രമായ വർക്കൗട്ട് തുടങ്ങി, പിന്നെ ജോഗിങ് തുടങ്ങി, ഈ നിർജ്ജലീകരണം വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായി കുറയേണ്ടതാണ്. പക്ഷെ നേരം വൈകുന്തോറും കുറയാത്ത സാഹചര്യത്തിൽ അറ്റകൈ എന്ന നിലയിൽ മുടി മുറിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മുടി മുറിക്കാൻ അവർക്ക് വ്യക്തിപരമായി താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. എന്നിട്ടും പകുതി മുടി മുറിച്ചതായിട്ടാണ് കാണുന്നത്. ഇന്നിപ്പം ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി.ടി. ഉഷ തീർച്ചയായും എല്ലാ മാർഗങ്ങളും ഒരു ഏറ്റവും വലിയ സ്വപ്നമാണ്. എല്ലാ മാർഗങ്ങളും ഒരു അവലംബിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ശ്രീ ഗിരിധർ VR, അദ്ദേഹം ഗുസ്തി കോച്ചാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടി വ്യക്തമായി ഈ കാര്യങ്ങൾ അതിന്റെ ശാസ്ത്രീയതയിൽ വിശദീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ഗിരിധർ, ഇന്നലെ സെമി ഫൈനലിന് മുൻപ് ആദ്യത്തെ വെയിനിങ്ങിൽ അവരുടെ വെയിറ്റ് 49.9 കിലോ 900 ഗ്രാം ആയിരുന്നുവെങ്കിൽ അതേ ദിവസം മത്സരത്തിന് ശേഷം അത് 52 കിലോ 700 ഗ്രാമായി മാറി. അത് തിരിച്ചറിഞ്ഞത് മുതൽ വെള്ളം പോലും കുടിച്ചിട്ടില്ല, വർക്കൗട്ട് ആരംഭിച്ചു. ഇതാണ് വ്യക്തമാക്കപ്പെടുന്ന വിശദീകരിക്കപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെ മണിക്കൂറുകൾക്കകം 49.9 നിന്ന് 52.7 ആയിട്ട് വെയിറ്റ് കൂടുക എന്നുള്ളത് സാധാരണ നിലയിൽ സംഭവിക്കുന്ന സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണോ? അതെ, റെസ്ലിങ്ങിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വെയിറ്റ് കാറ്റഗറി അനുസരിച്ചുള്ള മത്സരങ്ങളാണ്. അപ്പം വിനീഷിൻ്റെ ആക്ച്വൽ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 55 kg മുകളിലുണ്ട്. അപ്പോൾ ആക്ച്വൽ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ഒളിമ്പിക് വെയിറ്റ് എന്ന് വെച്ചാൽ 50, 53, അത് കഴിഞ്ഞ് പിന്നെ 57 ആണ്. അപ്പോൾ ഓപ്ഷൻ 53 നമുക്ക് ഓൾറെഡി ഇന്ത്യയിൽ നിന്ന് അന്തിം പങ്കൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം വിനീഷിൻ്റെ മുമ്പ് 2 ഓപ്ഷനേ ഉള്ളൂ. ഐദർ 57 പോവുക അല്ലെങ്കിൽ വെയിറ്റ് കുറച്ച് 50 വരിക. അപ്പോൾ വിനീഷ് ചൂസ് ചെയ്തത് വെയിറ്റ് കുറച്ച് 50 വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അപ്പോൾ 55 കിലോയിലുള്ള ഒരാൾ വെയിറ്റ് കുറച്ച് ഒരു 2-3 കിലോ നമുക്ക് കുറയ്ക്കുന്നതുകൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടാകത്തില്ല. അപ്പം കുറയ്ക്കുന്ന ഒരു 5 kg കുറച്ചിട്ടാണ് വരുന്നത്. അപ്പം വിനീഷിൻ്റെ ബോഡി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഫാറ്റ് ഇല്ല ബോഡിയിൽ. അപ്പം ഉള്ളതെന്ന് വെച്ചാൽ വാട്ടർ കണ്ടൻ്റ് ആണ്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കുറയ്ക്കുമ്പോൾ കുറച്ച് വെയിറ്റ് എത്ര നമ്മൾ കുറച്ചാലും ഇപ്പോൾ 50 ആക്കി കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വാട്ടർ കയറുമ്പോൾ 2 കിലോ ഈസി ആയിട്ട് അത് കയറി വരും. അത് നോർമലാണ്. റെസ്ലെസ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് നോർമലാണ്. നമ്മുടെ ആക്ച്വൽ ബോഡി വെയിറ്റ് ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് കയറി വരും. അപ്പം വിനീഷിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 53 ഉണ്ടായി കാണണം ആക്ച്വൽ ബോഡി വെയിറ്റ് ആ സമയത്ത്. ഇത് വെയിറ്റ് എന്ന് വെച്ചാൽ ഒരു മാസത്തോളം കൺട്രോൾ ചെയ്ത് വരികയാണ്. പക്ഷേ ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ മസിൽ വെയിറ്റും ബോൺ വെയിറ്റും അങ്ങനെ നിൽക്കും. അപ്പം നമ്മുടെ ബോഡിയിലെ വാട്ടർ മാത്രമാണ് അന്ന് ലാസ്റ്റ് ഒരു ദിവസം. അത് കംപ്ലീറ്റ് നമ്മൾ സ്റ്റാർവ് ചെയ്യും. അന്നത്തെ ദിവസം ഒന്നും കഴിക്കത്തില്ല. അപ്പം സ്റ്റൊമക്ക് എംപ്റ്റി ആയിരിക്കും. പിന്നെ വാട്ടർ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. വാട്ടർ കട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഐദർ ഓടി നമ്മൾ വേർത്ത് കളയും, അല്ലെങ്കിൽ നമ്മുടെ സോണ ചെയ്ത് പോകും. പിന്നെ എക്സസൈസും ചെയ്തിട്ടാണ്, കൂടുതൽ എറോബിക്സ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടാണ് നമ്മൾ വെയിറ്റ് കുറയുന്നത്. അപ്പോൾ അങ്ങനെ വെയിറ്റ് കുറച്ച് 2 കിലോളം കുറച്ച് കഴിഞ്ഞു. അന്ന് 49.9 ആയിരുന്നു അന്നത്തെ വെയിറ്റ്. പക്ഷേ അടുത്ത മത്സരം നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ആദ്യത്തെ ഒരു ബൗട്ട് വേൾഡ് ചാമ്പ്യനെ തോൽപ്പിച്ച് ഫസ്റ്റ് ബൗട്ട് വന്നു. പിന്നെ വരുന്ന 2 ബൗട്ടും വളരെ അതുപോലെ തന്നെ ടഫായിട്ടുള്ള 2 ബൗട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ ബോഡി വെയിറ്റ് എങ്ങനെയായാലും 2 കിലോ കൂടും. പിന്നെ ഓരോ ബൗട്ട് കഴിയുന്നതും അടുത്ത ബൗട്ട് ജയിക്കാനുള്ള ഒരു വൈകാരികതയായിരുന്നു ആ സമയത്ത്. അതായത് ഒരു വേൾഡ് ചാമ്പ്യനെ തോൽപ്പിച്ച ഒരു മാനസിക സ്ഥിതി വന്നപ്പോൾ എല്ലാവരും ഹൈലി മോട്ടിവേറ്റഡ് ആയി. നാച്ചുറലി സ്ട്രെങ്ത് കുറച്ച് നമ്മൾ സപ്ലിമെൻസും സ്ട്രെങ്ത് കിട്ടാനുള്ള പല ഫുഡുകളും ആ സമയത്ത് കഴിക്കേണ്ടി വരും. സ്ട്രെങ്തും എനർജി കിട്ടേണ്ട ഫുഡ്. അപ്പോൾ സ്റ്റാർവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റാർവ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു 53 കിലോ ഡെഫിനറ്റായിട്ടും കയറി വരും. അതാണ് ലാസ്റ്റ് സെമി ഫൈനലിൽ കഴിഞ്ഞപ്പോൾ വെയിറ്റ് 52.9 വരെ ആയി. അതായത് ഓൾമോസ്റ്റ് 3 കിലോ 2.7 2.5 കിലോയിൽ മുകളിൽ നമ്മൾ കയറി വന്നു.
പിന്നെ അപ്പോൾ വിനീഷിൻ്റെ മനസ്സിനകത്തുള്ളതെന്ന് വെച്ചാൽ അന്ന് ഒരു രാത്രി കൊണ്ട് കുറയ്ക്കാമെന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം 3 ടൈറ്റ് ബൗട്ട്, റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബൗട്ട് ചെയ്യുന്നത് നമുക്ക് ശരിക്കും ഒരു 45 മിനിറ്റുള്ള ഒരു ഗെയിം കളിക്കുന്നതിനെക്കാട്ടിയും ടഫാണ്. ഈ ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്രയും നമ്മുടെ എനർജി പോകും. അങ്ങനെ 3 ബൗട്ട് ഒരു ദിവസം കഴിയുമ്പോൾ എത്രത്തോളം പിന്നെ ശാരീരികമായി തളർച്ച ഉണ്ടാവുന്ന ബൗട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് ആ ഒരു ഫിസിക്കൽ എക്സേഷൻ ആ നൈറ്റിൽ പുള്ളിക്കാരത്തിക്ക് വേണ്ട, അതായത് പുള്ളിക്കാരത്തിൻ്റെ മനസ്സിനകത്തുള്ള എനിക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ള ഒരു അതിലോട്ട് എത്തത്തില്ല. പിന്നെ നമുക്ക് കഴിയുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ മുടി മുറിക്കുക, ബ്ലഡ് ഊറ്റിക്കളയുക, പിന്നെ കംപ്ലീറ്റ് വെള്ളം, പല മെഡിസിൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും സോണ പല രീതിയിലും കുറയ്ക്കുക എന്നുള്ളതാണ്. അത് മാക്സിമം ട്രൈ ചെയ്തു. ഇതൊരു ദുരന്തമായി പോയി. ലാസ്റ്റ് അത് നമുക്കൊരു സെക്കൻഡ് ഡേയിലെ വെയിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഫസ്റ്റ് ഡേയിലെ വെയിങ് എന്ന് വെച്ചാൽ 30 മിനിറ്റ് സമയം കിട്ടും നമുക്ക് വെയിങ് എടുക്കാൻ. സെക്കൻഡ് ഡേയിലെന്ന് വെച്ചാൽ ഓൺലി 15 മിനിറ്റ്സേ കിട്ടത്തുള്ളൂ. അത് ഫസ്റ്റ് എടുത്തു, രണ്ടാമത് എടുത്തിട്ട് പിന്നെ അപ്പോഴത്തേക്ക് 15 മിനിറ്റ്സ് പോകും. ഇതിൽ വേറെ ഒന്നുമില്ല, ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ് അവിടെ നടക്കുന്നത്. തീർച്ചയായും അവിടെ ശ്രീ ഗിരിധർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഒരു ചാമ്പ്യൻ അത്ലറ്റാണ് അവര്. ഇന്നലെ ആദ്യത്തെ ബൗട്ട് വിജയിച്ച ഒരു രീതിയുണ്ട്. ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച സുസാക്കി എന്ന് പറയുന്ന താരത്തെ തോൽപ്പിച്ച് അവർ ഇന്ന് ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ ഒരു സ്വർണ്ണ മെഡൽ നേടും. ഇന്ത്യ ഈ കായിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു സമ്മോഹനമായ മുഹൂർത്തത്തിലേക്ക് എത്തും എന്ന് എല്ലാവരും വിചാരിച്ച് നിൽക്കുകയാണ്. ഇങ്ങനൊരു സംഭവം, ഇതിന്റെ സാങ്കേതികത്വം എന്തായാലും ഇത്രയും നോക്കൂ, ഒരു ചാമ്പ്യന് ശരിക്കും പറഞ്ഞാൽ ചാമ്പ്യൻഷിപ്പ് നിഷേധിക്കുന്ന തരത്തിലുള്ള സമീപനവും നിയമങ്ങളുമായി പോയില്ലേ? അതേക്കുറിച്ച് ഗുസ്തി രംഗത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അത് തീർച്ചയായും. പക്ഷേ നമ്മുടെ ഇത് റെസ്ലിംഗ് എന്ന് പറയുന്നത് ഒരു വെയിറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ 50 kg വരുമ്പോൾ തന്നെ നമുക്കത് 50 kg മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വിനീഷിൻ്റെ കടമയാണ്. വിനീഷിൻ്റെ ആണെങ്കിലും കോച്ചസിൻ്റെ ആണെങ്കിലും. അപ്പോൾ അത് കഴിയാതെ വന്നത് പുറത്താക്കിയതല്ല, അത് പുറത്തായി പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ റൂള് പ്രകാരം പുറത്തായി പോകും. അത് ആരെക്കൊണ്ടും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റൂൾ അങ്ങനെയാണെന്ന് പറയുന്നത്. ആ ഒരു 15 മിനിറ്റിനകത്ത് നമ്മുടെ ബോഡി വെയിറ്റ് കറക്റ്റ് ആക്കിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ആ കായിക താരത്തിന് സംഭവിക്കുന്ന വലിയ അനീതിയായി മാറുന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ ജോർദാൻ ബറോസ്, അദ്ദേഹം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണല്ലോ. അദ്ദേഹം തന്നെ ഈ വിഷയത്തിനകത്ത് പറയുന്നു, നോക്കൂ, 1 കിലോ സെക്കൻഡ് ദിവസത്തെ, രണ്ടാമത്തെ ദിവസത്തിലെ വെയിനിങ്ങിൽ 1 കിലോ അലവൻസ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഭാരമെടുക്കുന്ന സമയം 8:30 നിന്ന് 10:30 മാറ്റണം തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഒരാൾ സെമി ഫൈനൽ ജയിക്കുന്ന 2 പേർക്കും മെഡൽ ഉറപ്പാക്കുന്ന വിധത്തിൽ നിയമങ്ങൾ മാറ്റി എഴുതണമെന്ന് ഈ ഗുസ്തിയിലെ ഈ വിഭാഗത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക താരങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ചാമ്പ്യൻ അത്ലറ്റിന് മെഡൽ നഷ്ടമാവുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ഇത്രയും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുന്നത്. തീർച്ചയായും ഇത് പല രീതിയിൽ ഇതിൻ്റെ ചർച്ച ഇതിലോട്ട് മുന്നോട്ട് പോകും. അത് ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ സെക്കൻഡ് ഡേയ്സിൽ ടോളറൻസോ ഇത് വളരെ രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ചർച്ച, വേൾഡ് റെസ്ലിംഗ് ഇത് വളരെ രീതിയിൽ ചർച്ച നടത്തുന്നുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ ഇനി ഏതെങ്കിലും നിയമത്തിന് ചെറിയ റിലാക്സേഷൻ ഉണ്ടാവും എന്നറിയത്തില്ല. 53 കിലോഗ്രാം ആയിരുന്നു അവരുടെ സ്വാഭാവികമായ അവർ മത്സരിച്ച് വന്നിരുന്ന കാറ്റഗറി. അവരുടെ സ്വാഭാവികമായ കാറ്റഗറിയിൽ ഇത്തവണ മത്സരിക്കാൻ പറ്റില്ല. അവർ കഴിഞ്ഞ വർഷം ഈ സമയത്ത് സമരം ചെയ്യുകയായിരുന്നു. അവർക്ക് ടൂർണമെന്റുകൾ നഷ്ടപ്പെട്ടു, അവർക്ക് സെഷനുകൾ നഷ്ടപ്പെട്ടു. അമിത് പങ്കൽ ആ കാറ്റഗറിയിലേക്ക് യോഗ്യത നേടുന്ന അവസരം വന്നു. അവർക്ക് ഒളിമ്പിക്സിന് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. ഒടുവിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ അവർ മത്സരിച്ച് പിന്നീട് ഈ കാറ്റഗറിയിലേക്ക് വരികയാണ്. ശരിക്കും അവർക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ, അവർക്ക് സുഖകരമായ കാലാവസ്ഥയായിരുന്നെങ്കിൽ അവരുടെ സ്വന്തം കാറ്റഗറിയായ 53 തന്നെ അവർക്ക് ക്വാളിഫൈ ചെയ്യാനും മത്സരിക്കാനും പറ്റിയാനെ. 53 നിന്ന് 50 മടങ്ങേണ്ടി വന്നത് അവരുടെ കുറ്റം കൊണ്ടല്ലോ. 23 വിനീഷിനെ നമ്മുടെ ഫെഡറേഷനും ഇന്ത്യൻ ഗവൺമെൻറ്റും വളരെ രീതിയിൽ, അതായത് ലാസ്റ്റ് ഒരു 8 years ആയിട്ട് വെളിയിലാണ്, ഹംഗറിയിലാണ് ട്രെയിനിങ് മാത്രമല്ല, ട്രെയിനിങ്ങിന് അഡീഷണൽ കോച്ച്, അഡീഷണൽ ട്രെയിനേഴ്സ്, പിന്നെ ട്രെയിനിങ് പാർട്ട്നേഴ്സ്, ഇങ്ങനെ ഒരു വലിയൊരു സന്നാഹം തന്നെ വിനീഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ചില ട്രയൽസിലൊന്നും വിനീഷ് പങ്കെടുത്തിട്ടില്ല 53 കിലോയിലുള്ള. അങ്ങനെ വന്നപ്പോൾ അവസരം സ്വയമായിട്ട് മാറിയതാണ്. അതിനുശേഷമാണ് ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതും ഇതുമായിട്ട് നമുക്ക് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമല്ല. ഇതിൽ നമുക്ക് ഇത് എന്താ പറയുക, ഇതൊരു വിധിയും ഒരു ദുരന്തമായിപ്പോയി. നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊന്നും പാവപ്പഴയില്ല. അത് റെസ്ലറും ആ സമയത്തുണ്ടായിരുന്ന കോച്ചസിലും മാത്രമായിട്ട് ഇതിൽ ഒതുങ്ങും. വേറെ ആർക്കും ഇതിലൊരു ഇതില്ല. ശരി, തീർച്ചയായും. ഇവിടെ ശ്രീ കെ വിശ്വനാഥ്, യെസ്, ശ്രീ കെ വിശ്വനാഥ്, ഇന്ത്യൻ സ്പോർട്സ് ചരിത്രത്തിലെ കറുത്ത ദിവസങ്ങളിൽ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമല്ല. ദുരന്തം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ നോക്കൂ, വിനേഷ് ഫോഗട്ട് എന്ന്
എന്ന കായിക താരം കഴിഞ്ഞ നാളുകളിലൊക്കെ മുന്നോട്ട് വെച്ച അവരുടെ നിലപാടുകളും ഇതുമായി ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുന്നവരുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്രീ ഗിരിധർ VR വിശദീകരിച്ചതുപോലെ വളരെ സ്വാഭാവികമായി സംഭവിച്ച ഒരു ദുരന്തം തന്നെ ആകാം ഇത്. അതിന് അപ്പുറം കോൺസ്പിറസി തിയറികൾക്ക് പ്രസക്തിയും ഉണ്ടാകില്ല. പക്ഷെ അങ്ങനെ തിയറികൾ ഉണ്ടാവുന്നത് വിനേഷ് തന്നെ ഒരു വേള സംശയിച്ചിട്ടുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ റൗണ്ടിലേക്ക് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ഏപ്രിലിൽ പോലും ഞാൻ അട്ടിമറി നേരിട്ടേക്കാം, ഒരുപക്ഷെ ഡോപ്പിംഗ് ടെസ്റ്റിൽ എന്നെ കൊടുക്കാൻ ശ്രമം നടത്തിയേക്കാം എന്ന് അവർ തന്നെ ആശങ്കപ്പെടുന്ന ഒരു ചരിത്രം ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ പറയുമ്പോൾ വിനേഷിന്റെ മെഡൽ നഷ്ടം രാജ്യത്ത് കൂടുതൽ ആഘാതമോ അല്ലെങ്കിൽ ഹൃദയവേദനയോ ഉണ്ടാക്കുകയാണ്. ഇന്ത്യൻ സ്പോർട്സിൽ എന്തുകൊണ്ട് മെഡലുകൾ വരുന്നില്ല? അല്ലെങ്കിൽ ഈ ഒളിമ്പിക്സിൽ അഭിലാഷ്, എൻ്റെ കണക്ക് കൂട്ടൽ വെച്ചിട്ട് ഒരു 10 മെഡൽ വരെ ഇന്ത്യക്ക് കിട്ടാമായിരുന്നു. എന്തുകൊണ്ട് ഇത് വരുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ നല്ലൊരു ഉത്തരമാണ് വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യം. വിനേഷ് ഫോഗട്ടിൻ്റെ നാട് ഹരിയാനയിലാണ്. നമുക്കറിയാം, മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം നടന്ന അതിൽ നിന്ന് അധികം ദൂരെ, കുരുക്ഷേത്രത്തിന് അധികം ദൂരെയല്ല. ആ ഒരു രൂപകം തന്നെ ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. മഹാഭാരതത്തിലേക്ക് പോയാൽ മഹാഭാരതത്തിലെ അഭിമന്യുവിന് എന്ത് സംഭവിച്ചോ അത് സത്യത്തിൽ വിനേഷ് ഫോഗട്ടിന് സംഭവിച്ചു. ഇതൊരു വെറുതെ പറയുന്നൊരു കാര്യമല്ല. ഒരു അത്ലറ്റ്, ഒരു ചാമ്പ്യൻ അത്ലറ്റ് ഉണ്ടായി വരിക, ഒളിമ്പിക്സിൽ പോയി മത്സരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാമ്പ്യൻ അത്ലറ്റ് ഉണ്ടായി വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അത്ലറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകുക എന്നുള്ളതാണ് ഫെഡറേഷൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ കടമ. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? ഗുസ്തി ഫെഡറേഷൻ്റെ തലവനെതിരെ ആരോപണം ഉണ്ടായ സമയത്ത് ഗുസ്തി താരങ്ങൾ ഒന്നടങ്കം സമരത്തിലിറങ്ങിയപ്പം ഈ ഒപ്പം പോയ ബജ്രംഗ് പുനിയയും സാക്ഷി മാലിക്കും ഒക്കെ അവരുടെ കരിയർ മിക്കവാറും കഴിഞ്ഞ ആളായിരുന്നു. പക്ഷേ വിനേഷ് ഫോഗട്ട് കരിയർ തുടരുന്ന ഒരാളാണ്. പക്ഷേ എന്നിട്ട് പോലും സ്വന്തം അനിയത്തിമാർക്ക് നേരിട്ട അപകടങ്ങളുടെ പേരിൽ അവർ തൻ്റെ കരിയർ തന്നെ പണയപ്പെടുത്തി എന്ന് പറയാൻ ഈ സിസ്റ്റത്തിനുള്ളിൽ നിൽക്കുമ്പം, ഈ സിസ്റ്റത്തിനുള്ളിൽ ശബ്ദമുയർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് ആലോചിക്കാവുന്നതാണ്. കാരണം അവർ തന്നെ പറഞ്ഞതനുസരിച്ച് ബ്രിജ്ഭൂഷണുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ഉള്ളിൽ മുഴുവനുള്ളത്. അവർ കോച്ചസിനെ നിയമിക്കുന്നു, ഒപ്പം പോകേണ്ട ഡോക്ടേഴ്സിനെ നിയമിക്കുന്നു, എല്ലാം ചെയ്യുമ്പം അവിടെ തന്നെ മഹാഭാരതത്തിലെ കുരുക്ഷേത്രത്തിൽപ്പെട്ട ചക്രവ്യൂഹത്തിൽപ്പെട്ട ഒരു അഭിമന്യുയുടെ അവസ്ഥ തീർച്ചയായും വിനേഷ് ഫോഗട്ടിനുണ്ട്. കാരണം അവരുടെ കോൺഫിഡൻസ്, നമ്മളിപ്പോൾ ഒരു യുദ്ധം ചെയ്യുമ്പം നമ്മുടെ ഒപ്പമുള്ള ടീം പൂർണ്ണമായും ഒപ്പമുണ്ട് എന്ന് നമുക്കൊരു വിശ്വാസം വേണം. അതില്ല എന്ന് വിനേഷ് ഫോഗട്ട് തന്നെ പലതവണ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ഒരു അവസ്ഥയിൽ പോകുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം പിന്തുണ ടീമിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കാമായിരുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, വെയിറ്റ് കാറ്റഗറി മാറി മത്സരിക്കുന്ന ഒന്നും ആദ്യത്തെ കാര്യമൊന്നുമല്ല. അതിൻ്റെ ഉത്തരവാദിത്തം വിനേഷിനാണെന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ല. വിനേഷിന് എന്താ കാര്യം? മെഡൽ നേടുക എന്നുള്ളത് വിനേഷിൻ്റെ താല്പര്യമല്ല, രാജ്യത്തിൻ്റെ താല്പര്യമാണ്. രാജ്യത്തിന് വേണ്ടിയാണ്, മെഡൽ നേടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയധികം കാശ് ചിലവാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് മെഡൽ കിട്ടുക എന്നത് നമ്മുടെ ആവശ്യമാണ്, വിനേഷിൻ്റെ ആവശ്യമല്ല. അപ്പോൾ അവർക്ക് ഏറ്റവും ഒരു ചാമ്പ്യൻ അത്ലറ്റാണ് എന്നുള്ളത്, കായിക താരമാണെന്നുള്ള ഉറപ്പാണ്. ഏഷ്യൻ മെഡൽ കിട്ടിയിട്ടുണ്ട്, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കിട്ടിയിട്ടുണ്ട്, ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കിട്ടിയിട്ടുണ്ട്, കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം തന്നെ അന്താരാഷ്ട്ര രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു അത്ലറ്റിനെ അമേരിക്കയോ ചൈനയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുപോലെയല്ല വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിനേഷ് ഫോഗട്ടിന് ഭീതി ഉണ്ടായിരുന്നു ഒളിമ്പിക്സിന് പോകുമ്പോൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചതിക്കപ്പെട്ടേക്കാം, ഡോപ്പിങ്ങോ മറ്റെന്തെങ്കിലും വഴിയോ, ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ 50 അണ്ടർ 50 കാറ്റഗറിയിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറാകുമ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ള, വിനേഷിനെ മാത്രം എന്തിനാണ് ഇത്രയും സപ്പോർട്ടിംഗ് സ്റ്റാഫ് നമ്മൾ പോകുന്നത്, ഇത്രയധികം ഡോക്ടേഴ്സ്, ഇത്രയധികം മാനേജേഴ്സ്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ലോബിയിങ് നടത്താൻ വരെ തയ്യാറാവേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, അമേരിക്കൻ അത്ലറ്റിനാണ് ഇങ്ങനെ ഒരു 100 ഗ്രാം കൂടുതലുണ്ടായത്, ഒരു ചൈനീസ് അത്ലറ്റിനാണ് ഒരു 100 ഗ്രാം കൂടുതലുണ്ടായതെന്ന് വെച്ചാൽ വിലക്കപ്പെടൽ ഉറപ്പാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. കുറേ സ്പോർട്സ് മീറ്റുകൾക്ക് അവരോടൊപ്പം പോയിട്ടും പല മാനേജേഴ്സിനോടും കായിക കോച്ചസിനോടും പറഞ്ഞിട്ടും അവർ പറഞ്ഞ കാര്യത്തിനാ. ഇങ്ങനെയൊരു ചെറിയ സംഗതി ഉണ്ടാകുമ്പം അതിൽ ലോബിയിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ പൂർണ്ണ പരാജയമായിരുന്നു. അല്ലെങ്കിൽ വിനേഷ് ഫോഗട്ടിന് മെഡൽ കിട്ടുന്നതിന് അത്രയധികം താല്പര്യം വരെ ആരും കാണിച്ചിട്ടില്ല. വിനേഷ് ഫൈനലിൽ എത്തുമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വിനേഷിനെ സംബന്ധിച്ചോളം അവർക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്കറിയാം, റിയോ ഒളിമ്പിക്സിൽ അവർ മത്സരിച്ചു, അതിനിടയിൽ പരിക്കേറ്റു. അതിനുശേഷം ടോക്കിയോയിൽ അവർ വരുന്ന സമയത്ത് വേൾഡ് നമ്പർ 1 ആയിരുന്നു 53 കിലോഗ്രാം കാറ്റഗറിയിൽ. അന്ന് രണ്ടാമത്തെ മത്സരത്തിൽ അപ്രതീക്ഷിതമായ തോൽവി, അവസാനത്തെ അവസരമായിരുന്നു. അതിനു മുമ്പാണ് ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ഈ പൊല്ലാപ്പുകൾ മുഴുവൻ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ സ്പോർട്സ് ഫെഡറേഷനുകൾ മുഴുവൻ അല്ലെങ്കിൽ സംഘടനകൾ മുഴുവൻ കൈയാളുന്നത് രാഷ്ട്രീയക്കാരാണ്. കായികമായിട്ട് സ്പോർട്സായിട്ട് ബന്ധമുള്ള ഒരാൾ പോലും ഇല്ല. സ്വാഭാവികമായും അവരെ ഭയന്ന് ജീവിക്കുന്നവരാണ് ഇന്ത്യയിലെ സ്പോർട്സ് താരങ്ങളും പരിശീലകരും എല്ലാം തന്നെ.
ഒരു പരിശീലകനോ മാനേജർക്കോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഇതിൻ്റെ അധികൃതർക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. ക്രിക്കറ്റ് അസോസിയേഷൻ നോക്കുക, അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആരാ? BCCIയുടെ തലപ്പത്തിരിക്കുന്നത് ജയ്ഷയാണ്. ഇങ്ങനെ ഓരോ രംഗത്തും ഈ രീതിയിലുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കാനുള്ള ഭയമുണ്ട്. അത്ലറ്റുകൾക്ക് പറ്റില്ല, പരിശീലകർക്ക് പറ്റില്ല. ഈ ഒരു സിസ്റ്റം മാറിയേ പറ്റൂ. അതുകൊണ്ടാണ് ഇന്ത്യക്ക് മെഡൽ കിട്ടാത്തത്. വിനേഷ് ഫോഗട്ട് അതിൻ്റെ രക്തസാക്ഷിയാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. കാരണം അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷെ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. വിനേഷിന് ശരിയായ പിന്തുണ കിട്ടിയിട്ടില്ല, ശരിയായ അഡ്വൈസ് കിട്ടിയില്ല. എന്തുകൊണ്ട് വിനേഷ് ഫോഗട്ടിനെ വളർത്തിക്കൊണ്ടുവന്ന മഹാവീർ ഫോഗട്ടിനെ അങ്ങോട്ട് ഇവർക്കൊപ്പം കൊണ്ടുപോയിരുന്നതിൽ എന്തായിരുന്നു പറ്റുന്നത്? അഞ്ജു ബി ജോർജ് പോകുന്ന സമയത്ത് റോബർട്ട് ബോബി ജോർജിനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അഞ്ജു നിർബന്ധം പിടിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് റോബർട്ട് ബോബി പോയത്. അതേപോലെ പല ആളുകളുടെയും കാര്യത്തിൽ ഇതുണ്ട്. ഈ സമയത്ത് ഫെഡറേഷൻ നിശ്ചയിക്കുന്ന പരിശീലകർ മാത്രം ഉണ്ടാവുക. മഹാവീർ ഫോഗട്ട് ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ വിനേഷ് ഫോഗട്ടിന് കുറെ കൂടി കോൺഫിഡൻസ് കിട്ടുമായിരുന്നു. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ഗുസ്തി ഫെഡറേഷനിൽ വിശ്വാസമില്ല എന്ന് കൃത്യമായി മാസങ്ങൾക്ക് മുമ്പേ വെളിപ്പെടുത്തിയ ഒരു റെസ്ലർ. അവർ ഒരു റിവഞ്ചോട് കൂടിയിട്ട് ഓരോ പടിയും കയറി വരിക. 53 കിലോഗ്രാം ഇതിൽ നിന്ന് ട്രയൽസിൽ നിന്ന് അവർ പിന്മാറുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. അതും ഫോഗട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണ കിട്ടില്ല, അല്ലെങ്കിൽ ട്രയൽസ് വേണ്ട രീതിയിൽ നടത്തപ്പെടില്ല എന്ന ഭയം മൂലമാണ് അവർ 50 കിലോഗ്രാം കാറ്റഗറിയിലേക്ക് മാറിയത്. ഇങ്ങനെയെല്ലാം തന്നെ ചക്രവ്യൂഹത്തിൽപ്പെട്ടവർ അഭിമന്യുവെ പോലെ സ്വന്തം ടീമിൽ നിന്ന് സപ്പോർട്ട് കിട്ടാതെ പോയ ഒരു അത്ലറ്റ്. ഇത് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ കാലാകാലമായി കായിക രംഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യ കിട്ടേണ്ട എത്രയോ മെഡലുകൾ, അന്താരാഷ്ട്ര രംഗത്ത് കിട്ടേണ്ട മെഡലുകൾ ഇങ്ങനെ കളഞ്ഞു പോയിട്ടുണ്ട്. എത്ര ട്രോഫികൾ, കപ്പുകൾ കളഞ്ഞു പോയിട്ടുണ്ട്. അതിൽ കാരണം ശരിയായ രീതിയിൽ ഒരു അത്ലറ്റിനെ മനസ്സിലാക്കി, ഒരു അത്ലറ്റിൻ്റെ ഒരു മാനസികാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. കളിക്കളത്തിൽ ഏറ്റവും പ്രധാന അത്ലറ്റാണ്. വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് രാജ്യമാകെ ഇങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടാവുന്നതും. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ച പല സാങ്കേതികത്വങ്ങളുണ്ട്. അതിനപ്പുറത്ത് നോക്കൂ, ഇപ്പോൾ മഹാവീർ ഫോഗട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇന്ത്യൻ ഗുസ്തി പരിശീലനത്തെ സംബന്ധിച്ച് ദ്രോണാചാര്യർ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് ഞാനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ വിനേഷിന് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് മഹാവീർ ഫോഗട്ട് അങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നവർ എത്ര പേർ? സപ്പോർട്ടിംഗ് സ്റ്റാഫില്ലേ, കോച്ചില്ലേ, മെഡിക്കൽ ഓഫീസർമാർ, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, ന്യൂട്രീഷനിസ്റ്റുകൾ, ഇത്രയധികം ആളുകൾ കൂടെ ഉണ്ടായിട്ട് ഒളിമ്പിക്സ് ഫൈനലിൽ ഒരു ഇന്ത്യൻ വനിത എത്തുക എന്ന ഗുസ്തിയിലെ ആദ്യത്തെ സംഭവത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഉൾക്കൊള്ളുക എന്ന വലിയ പ്രശ്നമുണ്ട്. ഞാൻ ചതിക്കപ്പെടും എന്ന് ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിന് മുമ്പ് പരസ്യമായി പറഞ്ഞ കായിക താരത്തിനാണ് ഈ അവസ്ഥ വരുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അഭിലാഷേ, ഒളിമ്പിക്സ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി പ്രൊഫഷണലായിട്ട് നടക്കുന്ന ഒരു കായിക മേളയാണ്. ഒളിമ്പിക്സ്, ഏഷ്യാഡ്, എല്ലാ കാര്യങ്ങളും അതെ. അവിടെ ആ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുക എന്നുള്ളത് ഓരോ പങ്കെടുക്കുന്നവരുടെയും അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഓർമ്മയുണ്ടാകും, ഇവിടെ പലർക്കും ഓർമ്മയുണ്ടാകും, 1986 സോൾ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് അന്ന് ആകെ കിട്ടിയത് 5 ഗോൾഡ് മെഡലാണ്. അതിൽ 4 കൊണ്ടുവന്നത് PT ഉഷയാണ്, 1 കിട്ടിയത് ഗുസ്തിക്കാണ്, കർത്താർ സിംഗ്. അന്ന് 200 മീറ്ററിലാണെന്ന് തോന്നുന്നു ഷൈനി വിൽസണ് ഗോൾഡ് നഷ്ടപ്പെട്ടത് എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അവർ ഓടുന്ന വഴിക്ക് കാല്, ഒരു പാദം അറിയാതെ ആ ട്രാക്കിൻ്റെ വരയിലൊന്ന് തൊട്ടു, ഡിസ്ക്വാളിഫൈഡ്. 86 ഇവിടെ നടന്ന കാര്യമാണ്. ഷൈനി വിൽസൺ ഏറ്റവും ഫ്രണ്ടിൽ ഗോൾഡ് മെഡൽ ഉറപ്പിച്ചുകൊണ്ട് ഓടി വരവേ ഷൈനി വിൽസന് സംഭവിച്ച കാര്യമാണിത്. PT ഉഷയ്ക്ക് ഒളിമ്പിക് മെഡൽ നഷ്ടപ്പെട്ടത് 1 സെക്കൻഡിൻ്റെ 100ൽ1 അംശത്തിനാണ്. 100ൽ1 അംശം ഒരു അംശമാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. 100ൽ1 അംശമല്ലോ, ഒരു ഷൂസിൻ്റെ വള്ളി ഒന്ന് ആ വരയിലൊന്ന് തൊട്ടു എന്നുള്ളതൊരു വലിയ സംഭവമാണോ? ഇതൊക്കെ എന്ത് നിയമമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇരുന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ ലോബിയിങ് നടത്തിക്കൂടായിരുന്നോ എന്ന് ചോദിക്കാം. ഇതൊക്കെ ചോദിക്കാം. പക്ഷേ ഇതെല്ലാം ഇതുപോലെ വളരെ കഴുത്തറപ്പൻ രീതിയിലുള്ള സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി ഓരോ രാജ്യങ്ങളും വീക്ഷിക്കുന്ന ആ രീതിയിൽ നടക്കുന്ന മത്സരങ്ങളിൽ ഈ രീതിയിലുള്ളത് എല്ലാം വലിയ വലിയ ഘടകങ്ങളാണ്. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം. ഇതെല്ലാം വളരെ
വളരെ നമുക്ക് ഭാരതത്തിന് കിട്ടേണ്ടിയിരുന്ന ഒരു മെഡൽ, അത് സ്വർണം തന്നെ നഷ്ടപ്പെട്ടതിൽ രാജ്യം മുഴുവനും വേദനിക്കുകയാണ്. നമ്മുടെ സ്പോർട്സിനോടുള്ള സമീപനത്തിൽ പ്രൊഫഷണലിസത്തിൻ്റെ കുറവ് ഇവിടെ ചൂണ്ടിക്കാണിച്ച് എല്ലാവരും ചൂണ്ടിക്കാണിച്ചു. അത് ഞാനും അംഗീകരിക്കുന്നൊരു കാര്യമാണത്. ആ പ്രൊഫഷണലിസത്തിൻ്റെ കുറവ് ഇപ്പോഴുമുണ്ട്. ചൈനയായാലും അമേരിക്കയായാലും ഇതേപോലെ ഒളിമ്പിക്സിലൊക്കെ അന്താരാഷ്ട്ര കായിക മേളകളിൽ വലിയ പെർഫോമൻസ് നടത്തുന്ന രാജ്യങ്ങളെല്ലാം നടത്തുന്ന അതിനോട് നടത്തുന്ന ആ പ്രൊഫഷണൽ സമീപനം കാലാകാലങ്ങളായി സ്പോർട്സിൽ ഇവിടെ ഇല്ല. അല്ല, അത് കായിക താരങ്ങളുടെ പ്രശ്നമാണോ? അത് കായിക താരങ്ങളുടെ പ്രശ്നമാണോ ശ്രീ ഷാബു പ്രസാദ്? അവിടെ അമേരിക്കയിൽ കായിക താരങ്ങൾക്ക്, ബോക്സർമാർക്ക്, റെസ്ലേഴ്സിനൊക്കെ റോഡിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ റോഡിലിറങ്ങി കായിക താരങ്ങൾ പ്രതിഷേധിക്കുകയും അവരെ പോലീസ് ക്ലിയർ ചെയ്യുകയും പോലീസ് റോഡിൽ കൂടി വലിച്ചഴിക്കുകയും ചെയ്യോ? ഇവിടെ ഈ വിനേഷ് ഫോഗട്ടിനെ അടക്കം പോലീസ് റോഡിലൂടെ വലിച്ചഴിച്ചതാണ്. മെഡലുകൾ അവർ ഉപേക്ഷിച്ചതാണ്. ഗംഗാ നദിയിൽ ഇന്ത്യയുടെ ചാമ്പ്യൻ അത്ലറ്റുകൾ മെഡലുകൾ ഒഴുക്കാൻ ഒരുങ്ങിയതാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതേ സംവിധാനത്തിന്റെ ബ്രിജ്ഭൂഷൺ ശരൺ നേരിട്ട് വന്നില്ലെങ്കിലും അദ്ദേഹത്തിന് നിയന്ത്രണമുള്ള കമ്മിറ്റി തന്നെയാണ് വീണ്ടും ഗുസ്തി ഫെഡറേഷൻ ഭരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത്തവണ MP സ്ഥാനം കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തി വിജയിപ്പിച്ചു. അപ്പൊ ഈ നാട്ടിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഈ നാട്ടിൽ പിന്നെ ഇങ്ങനെയല്ലേ സംഭവിക്കൂ? അഭിലാഷേ, നമ്മൾ ആ സംഭവവും ഇതും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ വിനേഷ് ഫോഗട്ടിനെ ചതിക്കാനായിരുന്നെങ്കിൽ അവർ ഈ ഫൈനൽ വരെ എത്താതിരിക്കാൻ നിങ്ങൾ എന്തോ അവരെ പിന്നിൽ നിന്ന് കുത്തി ചതിച്ചു, ആരൊക്കെ ചെയ്തു എന്ന് പറയുന്ന ആ സംഘത്തിന് ഇവർക്ക് ഫൈനൽ വരെ എത്താതിരിക്കാനും കൂടെ വേണമെങ്കിൽ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി ആധികാരികമായി പറയേണ്ടത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട അതിന് അറിയാവുന്ന വിദഗ്ധരാണ്. ആ വിദഗ്ധർ അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഗിരിധർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ടത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ഈ പറഞ്ഞില്ലേ, ഇത് സ്വാഭാവികമായ വെയിറ്റ് 55 കിലോ 53 കിലോ ഉള്ള ഒരാൾ വളരെ കഷ്ടപ്പെട്ട്, ശരീരത്ത് കുറയാനൊന്നുമില്ല, അവരുടെ ശരീരത്തിൽ ദുർമേധസ് എന്ന് പറയുന്ന ഫാറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. പിന്നെ എവിടെ നിന്നെടുത്ത് വെയിറ്റ് കുറയ്ക്കും? ആ കുറയ്ക്കാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ വെള്ളം ഊറ്റി കളയുക എന്നുള്ളതാണ്. വെള്ളം ഊറ്റി കളയുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന്, അതായത് നമ്മൾ ചിലപ്പോൾ ഈ വണ്ടിയൊക്കെ ചെക്കിങ്ങിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് പെയിൻ്റ് അടിച്ച് ഒന്ന് വൃത്തിയാക്കി വർക്ക്ഷോപ്പിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത് പോലെ ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഞാനത്ര അതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല, ഞാൻ ആ എഫേർട്ടിനെ കുറച്ച് കാണുകയല്ല. നമുക്ക് പെട്ടെന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അത് തന്നെ അങ്ങനെയുള്ളൊരു സംഭവം തന്നെ നമ്മുടെ പ്രൊഫഷണലിസത്തിനോട് നമ്മുടെ ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണത്. ഇപ്പം അവിടെ ഈ പറഞ്ഞ പോലെ ടോട്ടൽ സിസ്റ്റം മാറേണ്ടതുണ്ട്, ടോട്ടൽ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ഇവരുടെ കഴിഞ്ഞ വർഷത്തെ സമരവുമായി ഇതിനെ കൂട്ടിക്കെട്ടി, അവിടെ നടന്ന സമരവുമായി കൂട്ടിക്കെട്ടി ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ആ രീതിയിൽ കൊണ്ടുപോകുന്നത് വളരെ വളരെ മോശമാണെന്ന് എനിക്ക് ഇതിൻ്റെ പറയാനുള്ളൂ. അങ്ങനെ സമരം ചെയ്ത ആൾ എന്ന പ്രാധാന്യം സ്വാഭാവികമായി അവര് തന്നെ ഞാൻ ചതിക്കപ്പെടുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ, അല്ലാതെ ബാക്കി ഇത് ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യം വേറെയാണ്, മനഃപൂർവ്വമായി ഉണ്ടാക്കിയതാണെന്നുള്ള വാദം ഞാനിതുവരെ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെയും ഉപശാലകളിൽ വർത്തമാനങ്ങളുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ആധികാരികമായി പറയാൻ യാതൊരു വസ്തുതയും നമ്മുടെ കയ്യിലില്ലാതെ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗുസ്തി കോച്ചിനെ തന്നെ, അദ്ദേഹം ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്, അദ്ദേഹം വളരെ വിശദമായി എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ ടെക്നിക്കാലിറ്റീസ് വളരെ കൃത്യമായി വിശദീകരിച്ചല്ലോ. അപ്പൊ അതിനപ്പുറത്ത് ഇതിലൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല. അല്ലേ? വെരി ഗുഡ്. അല്ല, ഈ ചർച്ചയിൽ ആ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഒരു വിദഗ്ധനും കൂടെ ഇവിടെ ഉള്ളത് വളരെ നന്നായി. ഐ അപ്രിഷിയേറ്റ് യു. ഇങ്ങനെ വേണം അത് ചെയ്യാൻ. കാര്യം ഇതിനെപ്പറ്റി ഇപ്പോൾ എനിക്കോ അഭിലാഷിനോ പറയുന്നതിനേക്കാട്ടിലൊക്കെ എത്രയോ കൃത്യമായി സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് പറയാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇതിനു മുമ്പ് ഞാൻ അവിടെ പോയ ആ ഡോക്ടറും PT ഉഷയും കൂടെ നടത്തിയ ഒരു പത്രസമ്മേളനം, അവരുടെ ഒരു പ്രസ്താവനയും ഞാൻ കണ്ടിരുന്നു. ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വെയിറ്റ് പോകുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവനും കഴിഞ്ഞ ദിവസം കാര്യം വെയിറ്റ് പെട്ടെന്ന് 2 കിലോ കൂടി എന്നുള്ളത് കണ്ടപ്പം ഇവർ നടത്തിയ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിരുന്നു. മുടി മുറിക്കുക, വസ്ത്രങ്ങളുടെ നീളം കുറയ്ക്കുക, ഭാരം കുറയ്ക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്. ഇപ്പോഴത്തെ ഞാൻ അറിഞ്ഞിടത്ത് ഇപ്പം കുറച്ച് മുമ്പ് വിനേഷ് ഫോഗട്ട് ഡീഹൈഡ്രേഷൻ കാരണം ഹോസ്പിറ്റലിലാണ്. അവർ വെള്ളം കുടിച്ചിട്ടില്ല,
ഭക്ഷണം കഴിക്കാതിരുന്ന് എങ്ങനെയും ഇത് ഈ 59-ന്റെ താഴെ ഒരു ഗ്രാമെങ്കിൽ കൂടി ആ ഒരു ഗ്രാം പ്രശ്നം തന്നെയാണത്. ശരി, അത്തരത്തിലുള്ള നിയമങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് രണ്ടാം ദിവസത്തിലെ ഈ വെയിറ്റ് എടുക്കുന്ന തൂക്കമെടുക്കുന്ന കാര്യത്തിലൊക്കെ ചില റിലാക്സേഷൻസ് വേണമെന്ന് ആ രംഗത്തുള്ള ആളുകൾ തന്നെ ആവശ്യപ്പെടുന്നു. അതൊക്കെ ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ കെ പി നൗഷാദ്, ഇതിനൊരു രാഷ്ട്രീയ വിഷയമാക്കേണ്ടതുണ്ടോ? ഇതിപ്പോ അത് നിയമങ്ങൾ വരട്ടെ. അത് നമുക്ക് ഇപ്പൊ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. ശരി, ഓക്കെ. ഇവിടെ ഇന്നിപ്പോ പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തി വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഹൃദയഭേദകമാണ്. ഇന്ത്യക്കാരായ എല്ലാ മനുഷ്യരും വിഷമിക്കുന്ന, അങ്ങേയറ്റം ദുഃഖിതരായ ഈ വാർത്ത കേട്ട് ഹൃദയം തകർന്നു പോയവരാണ് എല്ലാവരും. അതിനപ്പുറത്ത് അതിൽ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ കാണേണ്ടതുണ്ടോ? ഇത് നമുക്ക് സംഭവിച്ച ഒരു ദുരന്തമായി കണ്ടുകൂടെ? അഭിലാഷ്, ഈ ആങ്ങളെ ചത്താലും നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന ഒരു ചൊല്ലിനെ വളരെ കൃത്യമായിട്ട് പ്രയോഗിച്ച ദൃശ്യമാണ് നമ്മൾ ഈ ഒളിമ്പിക് വേദിയിൽ നിന്ന്, പാരീസിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഈ രാജ്യത്തിൻ്റെ ഒളിമ്പിക്സ് മെഡലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഒരു അനർഘ സമ്പത്തുകളാണ്, അമൂല്യമായി നമ്മൾ കരുതേണ്ട ആളുകളാണ്. അവരുടെ മടിക്കുത്തഴിക്കാൻ നീട്ടിയ കൈകളിൽ വിലങ്ങ് വെക്കണമെന്ന എത്ര ന്യായമായി, ഇതിൻ്റെ അപ്പുറത്ത് ഒരാവശ്യമുണ്ടോ? ഈ ഒരു ആവശ്യം പറഞ്ഞ് തെരുവിലിറങ്ങേണ്ടി വരുന്നു അവർക്ക്. അവരെ തെരുവിലിട്ട് തല്ലിച്ചതക്കുന്നു, വലിച്ചിഴക്കുന്നു. ഈ പറഞ്ഞ ആള് ഒരു തരത്തിലുള്ള കേടുപാടും സംഭവിക്കാതെ ആ പദവിയിൽ തുടരുന്നു. അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നോമിനിയായിട്ടൊരു സഞ്ജയ് സിംഗ് അവിടേക്ക് വരുന്നു. ഇത്തരത്തിലൊക്കെ നടമാടിയ ഒരു രാജ്യമാണിത്. ഇത്തരത്തിലാണ് ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളൊന്നും പറയണ്ടല്ലോ. ഈ പറഞ്ഞ ഫോഗട്ട് തന്നെ ഏപ്രിലിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചതിക്കപ്പെട്ടേക്കാം, ഡോപ്പിംഗ് ടെസ്റ്റിൽ പിടിക്കപ്പെട്ടേക്കാം. ഇവിടെ ഈ പറഞ്ഞ ബ്രിഡ്ജ് ഭൂഷൻ്റെ പിണിയാളുകളാണ് കോച്ചുമാർ, ഒഫീഷ്യൽസ്, ഫിസിയോമാർ, ന്യൂട്രീഷ്യന്മാർ, എല്ലാവരും അവരാൽ വലയം ചെയ്യപ്പെട്ട നിലയിലാണ് ഞാൻ ഒളിമ്പിക്സിനെ നേരിടാൻ മുന്നോട്ട് പോകുന്നതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചതിക്കപ്പെട്ടേക്കാമെന്ന്. അതിവിടെ അന്വർത്ഥമായി അവരുടെ ആ മുൻകൂർ അവരുടെ ആ ഒരു ഭീതി നിറഞ്ഞ ആ ഒരു ആശങ്ക ഇവിടെ അതേപടി നടന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ ഒറ്റ കാര്യം പറയാം. ഇന്നിപ്പോൾ PT ഉഷയുടെ കൂടെ പാരീസിൽ നിന്ന് വീഡിയോ പങ്കുവെച്ച ന്യൂട്രീഷനുണ്ട്. ഈ ന്യൂട്രീഷൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിച്ചാൽ അദ്ദേഹം കോകിലാബെൻ ആശുപത്രിയിലെ പിന്നെ അസ്ഥിരോഗ വിദഗ്ധനോ അതിലെ ശസ്ത്രജ്ഞ അതിലെ സർജനുമാണ്. അദ്ദേഹം ഓർത്തോപീഡിക് സർജനാണ്. അദ്ദേഹമാണ് ന്യൂട്രീഷനായിട്ട് ഈ കായിക താരങ്ങളുടെ കൂടെ അങ്ങ് പാരീസിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ 100 ഗ്രാമിൻ്റെ പുറത്ത് ഇത്തരത്തിലൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കായിക താരത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന കോച്ചുമാരോടൊക്കെയുള്ള പുച്ഛം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതിനാണ് ഈ രാജ്യം നാട്ടുകാരുടെ ഈ നികുതി പണം മുടക്കിയിട്ട് ഒരു കാര്യമില്ലാത്ത കുറേ പേരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. അവരുടെ പിഴവാണ്, വീഴ്ചയാണ്. യോഗി ആദിത്യനാഥ് ഇത് വല്ല വേറെ പേരുകാരാണെങ്കിൽ അവരുടെയൊക്കെ വീട് ചിലപ്പോൾ ബുൾഡോസർ പറഞ്ഞയച്ച് ഇടിച്ചു നിരത്തിന്. അത്തരത്തിലുള്ള മഹാപാതകമാണ് അവിടെ ചെയ്തത്. ഇന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഈ പാരീസിലെ ഒളിമ്പിക് കമ്മിറ്റിക്ക് കൊടുത്ത ഒരു അപേക്ഷയുണ്ട് ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം. അതിനകത്ത് എവിടെയും നിയമവശങ്ങളെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ല. കാരണം 2 കിലോഗ്രാം വരെയൊക്കെ എക്സംഷനുള്ള ഒരുപാട് മത്സരങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിലുണ്ട്. 100 ഗ്രാമിൻ്റെ കാര്യമാണ്. ഇവിടെ നേരത്തെ വിശ്വനാഥ് പറഞ്ഞതുപോലെ മറ്റ് രാജ്യക്കാരാണെങ്കിൽ ഇതൊരു പ്രശ്നമേ ആകില്ലായിരുന്നു. ഇതൊക്കെ നിയമവശങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ആർഗ്യുമെൻറ്റും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ PT ഉഷ അവിടെ കെ പി നൗഷാദ് അലി, ഇവിടെ ഇപ്പോൾ റെസ്ലിംഗ് സംബന്ധിച്ച് കൃത്യമായ നിയമാവലിയുണ്ട്. അതിപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. ഇവിടെ കൃത്യമായും അവിടെ ഒരു നിയമാവലിയുണ്ട്, റെസ്ലിംഗ് റൂൾസ് ഉണ്ട്. റെസ്ലിംഗ് റൂൾസിലെ ആർട്ടിക്കിൾ 11 അനുസരിച്ച് 1 ഗ്രാം പോലും കൂടാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ നമുക്ക് ലോബിങ് നടത്തിക്കൂടെ എന്നൊക്കെ പറയാമെന്നുള്ളതിനപ്പുറത്ത് റെസ്ലിംഗ് റൂൾസ് അവിടെ ഉണ്ട്. അതിന്റെ ആർട്ടിക്കിൾ 11 അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാനൊരു കാര്യം പറയാം. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഈ റെസ്ലിംഗ് മത്സരത്തിലെ തൂക്കം അത് അളവെടുക്കുന്നത് ആദ്യം പ്രാഥമിക റൗണ്ടിലാണ്, ഫൈനലിന് മുമ്പ് രണ്ടാമതും തൂക്കം അളവെടുക്കുന്നു. ഇങ്ങനെ 2 തവണയാണ് ഈ പരിശോധനയുള്ളത്. ഈ പരിശോധനയിലെ സമയദൈർഘ്യങ്ങൾ, ഇതിനകത്ത് വന്നുപെടുന്ന പലതരത്തിലുള്ള സാങ്കേതികത്വങ്ങൾ, ഇതൊക്കെയുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു നിയമപരമായിട്ടൊരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്നതിന് പകരം തീർത്തും ഒരു ക്ഷമാപണ സ്വരത്തിലുള്ള ഞങ്ങളെ രക്ഷിക്കണേ എന്നൊരു യാചനയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പാരീസ് ഒളിമ്പിക്സ് സംഘാടകർ
സംഘാടക സമിതിക്ക് നൽകിയ അപേക്ഷയിൽ അവരുടെ പ്രേയറിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇന്നിപ്പോൾ ചർച്ചയായിട്ട് നമ്മുടെ ഇടയിലുള്ള കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് വളരെ കൃത്യമാണ്. സാക്ഷി വിനയ് ഫോഗട്ട് മാത്രമല്ല, അവരുടെ ഉറ്റ ബന്ധുക്കൾ, അവരുടെ ഭർത്തൃപിതാവ്, അതുപോലെ തന്നെ മറ്റ് കായിക താരങ്ങളൊക്കെ ഇതിനകത്ത് വലിയ ഗൂഢാലോചന ആരോപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ വിനയ് ഫോഗട്ടിനെ പരിഹസിക്കുന്ന തീവ്ര വലതുപക്ഷ ഹാൻഡിലുകൾ 10,000-കണക്കിന് രാജ്യത്തുണ്ട്. ഇവരെയൊക്കെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത്തരത്തിൽ ആങ്ങളെ ചത്താലും നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ഇവരൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ വലിയ സ്നേഹമൊക്കെ പറഞ്ഞ് ഗരിമ നടിച്ച് നടക്കുന്ന ആളുകൾ. അവരോടൊക്കെയുള്ള പരമ പുച്ഛം രേഖപ്പെടുത്താൻ ഞാൻ ഒരു അവസരം വിനിയോഗിക്കും. ശരി, ശ്രീ ഗിരിധർ വി ആർ, ഈ രാജ്യത്തിന് ഗീതയെയും ബബിതയെയും വിനേഷിനെയും ഒക്കെ നൽകിയ മഹാവീർ ഫോഗട്ട് തന്നെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മഹാവീർ ഫോഗട്ടിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംഘത്തിൽ കൃത്യമായും എക്സ്പേർട്ടുകൾ ഉണ്ടല്ലോ ഓരോ കാര്യത്തിനും. ആ സപ്പോർട്ട് സ്റ്റാഫിൻ്റെ, അത് ന്യൂട്രീഷനിസ്റ്റ് ആവട്ടെ, ഡോക്ടർ ആവട്ടെ, ഫിസിയോ ആവട്ടെ, അവരുടെ 100% പിന്തുണ വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ശരിയാണ്. ഇന്നലെയാണ് സെമിഫൈനൽ കഴിഞ്ഞത്. സെമിഫൈനലിൽ കഴിയുമ്പോൾ 52.7 എന്ന തൂക്കമുണ്ട്. രാവിലെ ഭാരപരിശോധനയാണ്. രാവിലെ ഭാരപരിശോധനയ്ക്ക് അത് കൃത്യം 50 വേണം എന്നുള്ള നിലയിൽ എന്തുമാത്രം ഈ സിസ്റ്റം വിനേഷിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഞാനിത് നമ്മുടെ ശരിക്കും ഇത് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോച്ചസിനുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ഒരു പിഴവുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഈ ഡ്രോസ്, റെസ്ലിംഗിൻ്റെ ഡ്രോസ് വരുന്നത് തലേ ദിവസമാണ്. അപ്പോൾ തലേ ദിവസം ഡ്രോസ് വന്ന് നമുക്ക് കണ്ടാൽ അറിയാം, വേൾഡ് ചാമ്പ്യനും നമ്പർ 1 പ്ലെയറുമായ സുസാക്കി നമ്പർ 1 പ്ലെയർ വിനീഷിൻ്റെ പൂളിൽ വന്നു. അപ്പോൾ അതായത് തലേ ദിവസം തന്നെ നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ കിട്ടും, നമ്മൾ എങ്ങനെ ഇതിലോട്ട്, അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി, അതായത് ഓരോ മില്ലിഗ്രാമും ഓരോ സെൻറ്റിമീറ്റേഴ്സും അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഹയസ്റ്റ് ലെവൽ ഓഫ് സ്പോർട്സിൽ വരുമ്പോൾ. അപ്പം തലേ ദിവസം നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ ഇത് വിനീഷിന് ഒരു, അതായത് ബ്രോൺസ് മെഡൽ നേടാൻ ഇതിൽ കൂടുതൽ അവസരമുള്ളൊരു പൂളല്ല. അതായത് ഡെഫിനറ്റ്ലി ഫസ്റ്റ് ബൗട്ട് സുസാക്കിയായിട്ട് വന്നു. അപ്പോൾ അത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഇവൻ്റാണ് തലേ ദിവസം. അപ്പോൾ പുള്ളിക്കാരത്തി മനസ്സിലിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഞാൻ ആ ഫസ്റ്റ് ബൗട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ലൂസായാലും എനിക്ക് റിപ്പചാർജിൽ കൂടെ അവസരം ഉണ്ടാവും. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഒരു ഡേയും ഒരു നൈറ്റും എൻ്റെ ഫ്രണ്ടിലുണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. ഇതിൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കുറച്ചും ഞാൻ അടുത്ത ദിവസം ഇറങ്ങിയിട്ട് ഒരു ബ്രോൺസിനുള്ള സ്ട്രാറ്റജി ആയിരുന്നു. ഈ പൂള്, ഈ റെസ്ലിങ്ങിൻ്റെ നമ്മുടെ ഒരു ഡ്രോസ് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു, കോച്ചസിൻ്റെയും. അതിലൊരു പ്ലാൻ ബി വന്നില്ല. അതായത് നമ്മുടെ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അട്ടിമറി, അതായത് ജപ്പാനിലെ സുസാക്കിയുടെ അടുത്ത് വിൻ ചെയ്യുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ ഒരു ജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളത് വളരെ തുറന്നൊരു ഇടപെടലായി. പിന്നെ നമുക്ക് എല്ലാ മത്സരങ്ങളും ജയിക്കണമെന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ തെറ്റിച്ച് നമ്മൾ പിന്നെ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വന്നു, പിന്നെ കൂടുതൽ പ്രോട്ടീൻസ് ഇൻടേക്ക് ചെയ്യേണ്ടി വന്നു, ഒരുപാട് കാർബോ ഇൻടേക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് കാരണം വെയിറ്റ് വിചാരിച്ചതിലും കൂടി പോയി. ഇപ്പോൾ ഫസ്റ്റിലത്തെ ഒരു ബൗട്ട് നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബൗട്ട് വരുന്ന ഇന്നേ ഉണ്ടാവത്തുള്ളൂ, അടുത്ത ദിവസം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരു ഡേയും ഉണ്ടാവും, ഒരു നൈറ്റും ഉണ്ടാവും. അപ്പം ശരിക്കും ഈ ഒരു സ്ട്രാറ്റജിക്കൽ ഒരു പ്രോബ്ലവും അതും ഇതിലൊരു വിനയായിട്ടുണ്ട്. അല്ല, അതായത് ശ്രീ ഗിരിധർ, ഒരുപക്ഷെ ഇന്ത്യൻ സംഘം എയിം ചെയ്തത് ഒരു ബ്രോൺസ് ആവാം. കാരണം സുസാക്കി ഫൈനലിൽ കടക്കുകയാണെങ്കിൽ റപ്പാഷയിൽ കളിക്കാൻ അവസരം കിട്ടും ഇന്ന്. അപ്പോ ബ്രോൺസിലേക്ക് വിനേഷിന് പോകാം, ഈ ഒരു സ്ട്രാറ്റജി ആയിരുന്നിരിക്കാം എന്നാണോ? അതെ, ആ സ്ട്രാറ്റജി തീർച്ചയായിട്ടും നമുക്ക് ആ ഡ്രോസ് കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു ബ്രോൺസ് ഷുവർ ആയിട്ടുള്ള ഒരു സാധനം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വിനീഷിന് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ ബൗട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്ത് തോറ്റു കഴിഞ്ഞാലും നമുക്ക് അതായത് നമുക്കൊരു ഡേയും കിട്ടും, ഒരു നൈറ്റും കിട്ടും. ഡെഫിനറ്റ്ലി നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്താലും ഫൈനൽ ഡേയ്സിന് നമുക്കൊരു 6 മണിക്കൂറോളം വെയിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടും അടുത്ത ബൗട്ടിന്, അല്ലെങ്കിൽ 4 മണിക്കൂർ കിട്ടും. ഈ 4 മണിക്കൂർ കൊണ്ട് റിക്കവർ ചെയ്തിട്ട് മറ്റേ രണ്ടുപേരെയും തോപ്പിച്ച് ബ്രോൺസ് ഷുവറായ ഒരു മത്സരമായിരുന്നു. അപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അട്ടിമറി നടന്നു. അപ്പോൾ അത് ശരിക്കും വിനയായി എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതും ആ ഒരു സ്ട്രാറ്റജിക്കൽ ഒരു പ്ലാൻ ബി. അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ നേരത്തെ പറയുന്ന പോലെ അദ്ദേഹത്തെ കൂടുതലായിട്ട് അറിയാന്നുള്ള ആൾക്കാർ വരുമ്പോൾ, പക്ഷെ അങ്ങനെ വരാനായിട്ടുള്ളൊരു നിയമം നമുക്ക് ഇതിനകത്തില്ല. കോച്ചസായിട്ട് പോകുമ്പോൾ കോച്ചസിന് ഒരു സർട്ടൺ ഒരു ഇതുണ്ട്, ലെവൽ 3 ഒക്കെ കഴിഞ്ഞവർക്കേ ഒളിമ്പിക്സിൽ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഒളിമ്പ്യൻ ആയിരിക്കണം. അപ്പം ഇതെല്ലാം മാനുഷികമായിട്ടുള്ള നമുക്ക് പറയാം, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു മെൻറ്ററായിട്ടെങ്കിലും വിടാമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ആധികാരികളായിട്ട് ചോദിക്കേണ്ടതായിരുന്നു. അപ്പോൾ അതൊന്നും പറ്റിയില്ല. ഇതിപ്പം നമുക്കിതൊന്നും ഈ വൈകിയ വേളയിൽ നമുക്കിതൊന്നും ആരെയും തലയിൽ ചേർക്കാൻ പറ്റില്ല. ഇത് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല.
ആ പർട്ടിക്കുലർ സമയത്ത് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല, ദാറ്റ്സ് ഇറ്റ്, അത് ദുരന്തമായി. ഇതിൽ കൂടുതൽ ചർച്ച ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിക്കൽ പിഴവ് വന്നു. അത് ആരും പ്രതീക്ഷിക്കാത്ത. അതെ, സംഭവിച്ചു പോയി. അവിടെ ശ്രീ കെ വിശ്വനാഥ്, ഇപ്പോൾ ഇന്ത്യക്ക് ഒരു മെഡൽ നോക്കൂ. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഇതുവരെ സ്വർണ്ണ മെഡലില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏക ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ കഴിഞ്ഞ തവണ നീരജ് ചോപ്ര നേടിയതാണ്. അപ്പോൾ ഒരു സ്വർണ്ണ മെഡൽ ഇന്ത്യക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ ആ പ്രാധാന്യത്തെ അല്ലെങ്കിൽ ആ സ്വർണ്ണ മെഡലിനെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ആ സ്വർണ്ണ മെഡൽ മറ്റേതെങ്കിലും കോംപ്ലക്സിന്റെ പേരിൽ വേണ്ട എന്ന് വെക്കാൻ ഗുസ്തി ഫെഡറേഷനോ അല്ലെങ്കിൽ അവരുടെ ടീം അംഗങ്ങളോ അതിനെ ഭരിക്കുന്നവരോ ആരെങ്കിലും ഒക്കെ കരുതിയിരിക്കുമെന്ന് വിചാരിക്കുക പ്രയാസമല്ലേ? അതിനൊക്കെ അപ്പുറത്തുള്ള വികാരമല്ലേ ഒരു സ്വർണ്ണ മെഡൽ? തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വിനീഷ് നമ്മുടെ എല്ലാ ഇന്ത്യയിലെ ഇത്രയും കോടികളുള്ള ആൾക്കാരുടെ ഫ്രണ്ടിൽ ചാമ്പ്യൻ തന്നെയാണ്. ശരി, ഇത്രയും വേൾഡ് ചാമ്പ്യനെയും യൂറോപ്യൻ ചാമ്പ്യനെയും പാൻ അമേരിക്കൻ ചാമ്പ്യനെയും എല്ലാം തോൽപ്പിച്ചു മുന്നേറി. പക്ഷേ ഞാൻ ശ്രീ വിശ്വനാഥിനോടാണ് റൂൾസിന്റെ ഇതില് കുടുങ്ങിപ്പോയി. ശ്രീ കെ വിശ്വനാഥ്, കേൾക്കാമോ? കേൾക്കാം. അഭിലാഷ്, ഞാൻ ചോദിച്ചത് ഒരു സ്വർണ്ണ മെഡൽ ലഭിക്കുക എന്നുള്ളത്, അതിപ്പോൾ ആകെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ഉണ്ടായിട്ടുള്ളത് നീരജ് ചോപ്രയ്ക്ക് മാത്രമാണ്. അപ്പോൾ ഗുസ്തിയിൽ ഒരു ഗോൾഡ് മെഡൽ കിട്ടുക എന്ന് പറയുന്നത് രാജ്യത്തിനാകെ വലിയ കാര്യമാണ്. ഗുസ്തി ഫെഡറേഷനും വലിയ കാര്യമാണ്. ഓരോ സ്റ്റാഫിനും, ഇന്ത്യൻ കണ്ടിജന്റിലെ ഓരോ ആൾക്കും, ഓരോ ഇന്ത്യക്കാർക്കും അമൂല്യമാണ് എന്നിരിക്കെ അവിടെ ചതി വരുത്താൻ ആരെങ്കിലും മനഃപൂർവ്വം ശ്രമിക്കാനുള്ള സാധ്യത തുലവും വിരളമല്ലേ, തുച്ഛമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ ചോദിച്ചത് അവിടെ ചതി വരുത്തി അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇന്ത്യയിലെ സ്പോർട്സ് താരങ്ങളുടെ ഒരു അവസ്ഥ എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് ഒരു ശരിയായ രീതിയിലുള്ള സപ്പോർട്ട്, അല്ലെ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാനൊന്നും ഉള്ള അവസ്ഥയല്ല ഉള്ളത്. അവരെ ആഗ്രഹിക്കുന്ന കോച്ചിനെ കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹിക്കുന്ന ആളുകളെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റേണ്ടതുണ്ട്. കാരണം ഒരു അത്ലറ്റിൻ്റെ അവിടെ മത്സരിക്കാൻ പോകുന്ന സ്ഥലത്തുള്ള മാനസികാവസ്ഥ വളരെ പ്രധാനമാണ്. അതായത് ഇപ്പോൾ ഈ കോച്ചസിനെയോ അല്ലെങ്കിൽ ഒപ്പമുള്ള മാനേജേഴ്സിനെയോ ഭയന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന കായിക താരങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ബ്രിജ്ഭൂഷണെതിരെ വന്ന ആരോപണത്തിൻ്റെ ബേസ് അതല്ലേ? ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗുസ്തി ഫെഡറേഷൻ ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആത്മാർത്ഥ ഉണ്ട്, അയാൾ മാറ്റി നിർത്തണം. കാരണം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് വാചകടിക്കുക എന്നല്ലാതെ ആ കായിക താരങ്ങൾക്ക് മാത്രമേ അവിടെ ഇറങ്ങിയിട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ. അതിപ്പം ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റിനോ മറ്റുള്ള ആളുകൾക്കോ ഒന്നും പറ്റൂല. അപ്പോൾ അവിടെ അവരുടെ മാനസികാവസ്ഥ അത് അത്രയും നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അനുകൂല സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇന്ത്യൻ സ്പോർട്സിനെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇത് പൂർണ്ണ പരാജയമാണ്. നേരത്തെ നൗഷാദ് അലി പറഞ്ഞൊരു കാര്യം, അതിലേക്ക് തന്നെ ഞാൻ പറയുന്നത്, പലപ്പോഴും ന്യൂട്രീഷൻ അല്ല, ഈ ബാംഗ്ലൂർ സായിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഒക്കെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് അവിടെയുള്ള പല പരിശീലകരും, ആത്മാർത്ഥമുള്ള പല പരിശീലകர்களுം നമ്മുടെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പറയുന്ന കാര്യമാണ്. ഈ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതായത് നമ്മൾ ലോബിയിങ് നടക്കുന്നുണ്ട് നമ്മുടെ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ. അർഹതയില്ലാത്ത ആളുകൾക്ക് കയറി പറ്റുന്നതിന് വേണ്ടിയിട്ട്. എന്ത് പറഞ്ഞാലും മഹാവീർ ഫോഗട്ട് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അയാൾ ഉണ്ടാക്കി വന്ന താരങ്ങളെ വെച്ചിട്ടാണ് ഈ കോച്ചസ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും വിനീഷ് ഫോഗട്ട് അത് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അയാളെ കൊണ്ടുപോകണം. അതിന് വിനീഷ് ഫോഗട്ടിന് എന്താണ്, അതിന് ഇത്ര ചിലവല്ലേ വരുള്ളൂ, എന്താണ് അതിന് ആവശ്യമെന്ന് വെച്ചാൽ അവരുടെ മാനസികാവസ്ഥ, ആ രീതിയിലുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണം. അല്ലാതെ ഭയത്തോടു കൂടി ഒരു അത്ലറ്റ്, അതിപ്പം നമുക്ക് തള്ളാം, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷേ അത്ലറ്റിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീയായ ഒരു അത്ലറ്റ്, പ്രത്യേകിച്ചും ഗുസ്തി ഫെഡറേഷൻ ഉള്ളിൽ നിന്ന് സ്ത്രീ പീഡനത്തിനുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ അവരെത്രത്തോളം സെക്യൂർ ആയിരിക്കും, അവർ മാനസികമായി എത്രത്തോളം ഇതായിട്ടായിരിക്കും മത്സരിക്കാനെത്തുന്നത്? അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ തള്ളിക്കളയുക. എന്നിട്ട് ഇത് നിങ്ങൾ പോയി മത്സരിച്ച് ഈ മെഡൽ കിട്ടിക്കഴിഞ്ഞാൽ ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റും എല്ലാവരും മുന്നിലുണ്ടാവും, അത് എടുത്തിട്ട് വരാം. പലതവണ നമ്മൾ കണ്ടതാണ്. അതല്ല വേണ്ടത്. കായിക താരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. സ്പോർട്സ് ഫെഡറേഷനുകൾ ഭരിക്കേണ്ട, ഞാൻ വീണ്ടും പറയുന്നതാണ്, അത് കായിക മേഖലയായിട്ട് ബന്ധമുള്ള ആൾക്കാരായിരിക്കണം, കഴിയുന്ന കായിക താരങ്ങളായിരിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നവരായിരിക്കണം. നമ്മളതൊന്നുമല്ല ചെയ്യുന്നത്. അത് പിന്നെ രാഷ്ട്രീയ പോർബലമാണ്, ബലാബലമാണ് ഓരോ ഫെഡറേഷനുള്ളിൽ നടക്കുന്നത്, അസോസിയേഷനുള്ളിൽ നടക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കായിക താരങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന പരിശീലകരില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒഫീഷ്യൽസ് വരണം.
അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. ഈ അവസ്ഥയിൽ അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ ലോബിയിങ് എന്ന് പറഞ്ഞത് ഒരു വെറുതെ ഒരു കാര്യം പറഞ്ഞില്ല. കുറേ കാലത്ത് അന്താരാഷ്ട്ര മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും പലപ്പോഴും അവരുടെ നമ്മുടെ സ്പോർട്സ് മാനേജേഴ്സും കോച്ചസുമായി സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് പലരും പറയുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഈ ഡോപ്പിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ താരങ്ങൾക്കെതിരെയൊക്കെ ബ്ലാങ്കറ്റായിട്ട് പെട്ടെന്ന് വിലക്ക് വരാറുണ്ട്. പക്ഷേ ഈ അമേരിക്കയിലെ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ മത്സരിച്ച് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ കായിക താരങ്ങൾ, ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസിലെ കായിക താരങ്ങൾ പിടിക്കപ്പെട്ടിട്ട് അവരെ മെഡൽ തിരിച്ചു വാങ്ങാത്ത സംഭവമുണ്ട്. അഞ്ജു ബി ജോർജ് ഏതൻസ് ഒളിമ്പിക്സിൽ മത്സരിച്ചതിന് ശേഷം അവരെ മുന്നിൽ വന്ന മൂന്ന് പേര് ഈ ഡോപ്പിങ്ങിന് പിടിക്കപ്പെട്ടു. പക്ഷെ അത് മുൻകാല പ്രാബല്യത്തോടു കൂടി അവരെ മെഡൽ അയോഗ്യതാക്കാനുള്ള കാര്യമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ട് മുമ്പ്. പക്ഷെ അതുണ്ടായില്ല. കാരണം അതിനുള്ള ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ആ രീതിയിലുള്ള ലോബിയിങ് കൂടി ഒരു സ്പോർട്സ് മാനേജ്മെന്റ് സിസ്റ്റം കൂടി സ്പോർട്സിൽ ആവശ്യമാണ്. അല്ലാതെ അത് ക്ലിയർ ആയിട്ട് ഒരു അത്ലറ്റിന്റെ വിനേഷ് ഫോഗട്ട് 50 കിലോഗ്രാം കാറ്റഗറിയിലേക്ക് മത്സരിച്ചത് അവരുടെ തീരുമാനം, അത് അവർ ചെയ്തൊരു അങ്ങനെ കാണരുത് ആ സാധനം. നമുക്ക് മെഡലിന് വേണ്ടിയിട്ടാണ് വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായും ഷാബു പ്രസാദ്, ഇവിടെ ഉയർത്തപ്പെട്ട നിരവധി ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് 53 കിലോഗ്രാം കാറ്റഗറിയിൽ നിന്ന് 50 കിലോ കാറ്റഗറിയിലേക്ക് മാറേണ്ടി വന്നു വിനേഷ് ഫോഗട്ടിന്? അവരെടുത്ത തീരുമാനമാണ്. പക്ഷേ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നുള്ളത് ഇതിനോടകം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കായിക സംഘടനകളിലൊക്കെ പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ നടന്നാൽ അവയുടെ അക്രഡിറ്റേഷൻ റദ്ദാവുകയും അവ പുറത്താക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ സംഭവിക്കാറ്. പക്ഷേ എന്താ പറയുക, വളരെ പരോക്ഷമായ തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നു. കായിക താരത്തെ സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഭാവിയിലേക്കെങ്കിലും ഈ മെഡൽ നഷ്ടമെങ്കിലും ഒരു പാഠമാകേണ്ടതല്ലേ? ഈ രാജ്യം മുഴുവനും വളരെ വളരെ ദുഃഖത്തോടുകൂടി വളരെ വിഷമത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരാരായാലും, അത് ഈ പാനലുള്ളവരായാലും ഇല്ലവരായാലും, മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പാനാണ് എനിക്ക് തോന്നുന്നത്. അത്ര നീച മനസ്സുള്ളവരാണ് ഇവരൊക്കെ. ഇനി മറ്റൊന്ന്, ഷാമു പ്രസാദ്, ഇന്ത്യയുടെ ചാമ്പ്യൻ അത്ലറ്റിനെ റോഡിലൂടെ വലിച്ചിഴച്ച ആളുകളുടെ മുഖത്ത് തുപ്പാൻ താങ്കൾക്ക് തോന്നുന്നില്ല? വിനേഷ് ഫോഗട്ട് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു അഭിമുഖം അവരുടെ 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചു. എന്താണ് ബ്രിജ്ഭൂഷൺ ശരൺ മെഡൽ നേടി വരുന്ന അത്ലറ്റുകളോട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി വലിയ ചാമ്പ്യൻഷിപ്പുകൾ വിജയിച്ച് മെഡല് കഴുത്തിലണിഞ്ഞു വരുന്ന നമ്മുടെ ചാമ്പ്യന്മാരെ എത്ര മോശമായിട്ടാണ് ഈ നീചൻ സ്പർശിച്ചത് എന്ന് പറയുന്നുണ്ട്. അയാളുടെ മുഖത്ത് തുപ്പാൻ താങ്കൾക്ക് തോന്നിയിട്ടില്ല, അമിത്ഷായ്ക്ക് തോന്നിയിട്ടില്ല, നരേന്ദ്രമോദിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ അയാളുടെ മകനെ തന്നെ വീണ്ടും മാലയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചത്. ഇതേ ബ്രിജ്ഭൂഷന്റെ അനുചരന്മാർക്ക് ഇതേ ഗുസ്തി ഫെഡറേഷനെ നയിക്കാൻ അനുവാദം കൊടുത്തത്. അത് നമ്മൾ ആലോചിക്കണം. ഈ ചാമ്പ്യൻ അത്ലറ്റിനെ റോഡിലൂടെ ഡൽഹിയിലെ റോഡിലൂടെ വലിച്ചഴിച്ചിട്ടുണ്ട്. സാക്ഷി മാലിക് ഒളിമ്പിക് ചാമ്പ്യനാണ്. ആ സാക്ഷി മാലിക് കണ്ണീരോടെ ഈ തിരുവനന്തപുരത്തടക്കം വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അത്ലറ്റുകളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഇങ്ങനെ അവഹേളിക്കപ്പെട്ടിട്ടുള്ള, ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു അത്ലറ്റ് ഇന്ന് ഈ നിലയ്ക്ക് ഒരു ദൗർഭാഗ്യത്തിനിരയാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാകും. അതിന് ജനങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കായിക താരങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് സംശയം വരുന്നത്. അഭിലാഷേ, കഴിഞ്ഞോ? നിങ്ങൾ സമയമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ പ്രസംഗം നടത്തുകയാണ്. ഒന്ന് നിർത്തി, ഞാനൊന്ന് പറയട്ടെ മിസ്റ്റർ. പറഞ്ഞോളൂ. ഞാനൊന്ന് ഒരു വിഷയം തുടങ്ങി. ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ ഒളിമ്പിക്സ്, പാരീസ് ഒളിമ്പിക്സിൽ നടന്ന ഏറ്റവും വേദനാജനകമായ ദൗർഭാഗ്യകരമായ സംഭവത്തിനെ പറ്റിയാണ്. ആ വിഷയം സംസാരിക്കുമ്പോൾ അത് സംസാരിക്കുക. നമ്മൾ ഒരു വർഷം മുമ്പ് നടന്ന കാര്യം, ആ വിഷയമാണ് സംസാരിക്കുന്നത്, നമുക്കത് വേറെ സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന എന്ന കാര്യമാണ് പറയുന്നത്. രാജ്യം മുഴുവൻ അതീവ ദുഃഖത്തോടെ നിൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അതിനോടാണ് ഞാൻ പ്രതികരിച്ചതും. മറ്റൊന്ന്, വിനേഷ് ഫോഗട്ട് അവരുടെ ചോയ്സ് ആയിട്ട്, താങ്കൾക്ക് തരാൻ സമയം തരും. അതിനിപ്പോ ഈ പ്രോഗ്രാമിന്റെ സമയം
വിനേഷ് ഫോഗട്ട് അവരുടെ ചോയ്സ്, അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആവുന്നോ, അല്ലെങ്കിൽ 53 kg അവർക്ക് നല്ല ഇതാണെന്നോ, അല്ലെങ്കിൽ എന്ത് കാരണമായിക്കോട്ടെ, ആരും അവരെ നിർബന്ധിച്ചതല്ല 50ലേക്ക് പോകണമെന്നുള്ളത്. അവർ തിരഞ്ഞെടുത്തതാണ്. ശരി, അവർ അതിൻ്റെ അകത്ത് മത്സരിച്ചു, നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു, ഫൈനൽ വരെ എത്തി, രാജ്യം മുഴുവൻ കാത്തിരിക്കുന്നു ഒരു സ്വർണ്ണ മെഡലിന് വേണ്ടി. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇവിടെ വളരെ 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 ക്ലിയറാണ്. ഇതിൻ്റെ അകത്ത് നിയമങ്ങൾ മാറണം, പ്രൊഫഷണൽ സമീപനം മാറണം. ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഡിബേറ്റബിൾ ആണ്, ചെയ്യേണ്ടതാണ്. ഇത് കാലാകാലം, ഇതൊരു സുപ്രഭാതത്തിലൊന്നും ഉണ്ടായതല്ല. 10-75 വർഷമായിട്ട് ഈ രാജ്യത്ത് നടന്നു വരുന്ന സ്പോർട്സ് നയത്തിൻ്റെ ആ ബാക്കി പത്രമായിട്ട് ഇപ്പോഴും പല കാര്യങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ അത് തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുമുണ്ട്. മനസ്സിലാകുന്നില്ല. 70 വർഷമായി നമ്മൾ തുടരുന്ന സ്പോർട്സ് നയത്തിന്റെ ബാക്കി പത്രമായി ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ രാജ്യത്തിന് ഒളിമ്പിക്സ് പോലെയുള്ള വേദികളിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കായിക തലപ്പത്ത് ഓരോരോ മേലാളന്മാർ ഓരോ സമയത്തും, നിങ്ങളുടെ കാലത്ത് മാത്രമല്ല കേട്ടോ, ഓരോ സമയത്തും ഓരോ മേലാളന്മാർ, അവരുടെ അനുയായികൾ, അവരുടെ അനുചരർ, അവരുടെ സംവിധാനങ്ങൾ പാവപ്പെട്ട അത്ലറ്റുകളെ, കായിക താരങ്ങളെ, രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ രാജ്യം കണ്ടിട്ടുള്ളതാണ്. അതിന്റെ കൂടെ എല്ലാ കയ്പും ഇന്ന് വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരിക്കുന്ന ഈ ദൗർഭാഗ്യത്തിൽ, അവരുടെ ഏറ്റവും വലിയ ദുരന്തത്തിൽ മനുഷ്യർക്ക് തോന്നും, ആവേശം തോന്നും. അത് തന്നെയാണ് സ്വാഭാവികമായും ഈ രാജ്യം പ്രകടിപ്പിക്കുന്നത്. വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.